ഞങ്ങളുടെ നേതാവിന്റെ തിരുകേശം ഒരു സംശയത്തിന് ഇടമില്ലാതെ രഹസ്യമായി മാത്രമല്ല പരസ്യമായി തന്നെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളുടെയും അംഗീകാരത്തോടെ ഈ കേരളത്തിൽ കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്. ഞങ്ങൾക്ക് പോയി ആ പുണ്യകേശം കാണാമല്ലോ. അതിട്ട വെള്ളം സഹാബത്ത് കുടിച്ചതുപോലെ കുടിക്കാമല്ലോ. എന്തെങ്കിലും സന്തോഷം കൊണ്ട് കണ്ണുനീരൊലിപ്പിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങളുടെ കണ്ണീര് വേസ്റ്റായി പോയി എന്ന്. അതെന്താ? വായിച്ചത് സരതല്ല, നേരെ മറിച്ച് അത് ഈ മുടി കൊണ്ടുവന്ന ആടിന്റെ കുടുംബ പരമ്പരയായിരുന്നു. മുടി കൊടുത്ത ആളിന്റെ വാപ്പാടെ പേരായിരുന്നു, വാപ്പാടെ പേരായിരുന്നു, വാപ്പുപ്പാന്റെ പേരായിരുന്നു, വല്ലുപ്പാന്റെ പേരായിരുന്നു എന്ന് പിന്നീട് കേരള ജനത മനസ്സിലായപ്പോ അവരുടെ കണ്ണീര് വേസ്റ്റായി പോയി. കരഞ്ഞിട്ട് കളവ് പറയാം. സുബ്ഹാനല്ലാഹ്. ഇവിടെ കരഞ്ഞോണ്ട് കളവ് പറഞ്ഞാൽ ശരിയാകും. ആരെ ഇവരെ പഠിപ്പിച്ചത്? ഒരാള് കളവ് പറയുമ്പോ കരഞ്ഞാൽ അത് ശരിയാകും എന്ന് ഏത് ഇത്താത്തയാണ് ഇവരെ പഠിപ്പിച്ചു കൊടുത്തത്? നിങ്ങൾ മനസ്സിലാക്കണം. പച്ച നുണ പറയാം. 2 പ്രാവശ്യം നിങ്ങൾ ആവർത്തി. ഒന്നിപ്പോ പറഞ്ഞിട്ടാ, രണ്ടാമത് വടകരം എന്ന് പറയുന്നത് ബുഖാരിയുടെ ഹദീസിനുള്ള സനദ് പോലെ. കാരണം ചേകന്നൂർ മൗലവി നമസ്കാരത്തെ നിഷേധിച്ചപ്പോൾ, 5 നേരത്തെ നമസ്കാരത്തെ നിഷേധിച്ചപ്പോ ബുഖാരിയുടെ സനദുള്ള ഹദീസാണ് നമ്മൾ പറഞ്ഞത്. അത് എന്തേ കാരണം? അങ്ങനെ സനദുള്ള ഹദീസ് പറയാൻ കാരണം സനദ് കൊണ്ടല്ലേ കാര്യങ്ങൾ സ്ഥിരപ്പെടുന്നത്. അപ്പൊ സ്ഥിരപ്പെടണമെങ്കിൽ സനദ് വേണം. അതുകൊണ്ട് തന്നെ മുടി കൈമാറിയപ്പോൾ അതിന്റെ സനദ് വായിച്ചു, പരമ്പര വായിച്ചു എന്നാ പറഞ്ഞത്. മാന്യ സഹോദരങ്ങളെ, വായിച്ചത് പരമ്പരയാണോ? അല്ല. അത് ഇവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുന്നുണ്ട്. വളരെ വിശദമായി നമ്മൾ ചർമ്മണം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ അതിന്റെ 4ാം ഭാഗമായതുകൊണ്ട് ഞാൻ വീണ്ടും പഴയതിലേക്ക് പോകുന്നില്ല. അത് വിശദമായി ഇവർ സനദിൽ കാണിച്ച കൃത്രിമങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്ത് പൊളിക്കുന്ന ഭാഗങ്ങൾ, സീഡികൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് സമുദായത്തെ മുടിക്കാൻ കാന്തപുരത്തിന്റെ മുടിക്കച്ചവടം എന്ന സീഡിയുണ്ട്, പ്രവാചകന്മാരുടെ സരണി, അതുപോലെ തന്നെ പൗരോഹിത്യത്തിന്റെ വിപണി എന്ന സീഡി. ഇതൊക്കെ വളരെ വിശദമായി 1-2 ഭാഗങ്ങൾ വിശദീകരിച്ചു. 3ാം ഭാഗം കഴിഞ്ഞു. 4ാം ഭാഗമായതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളറകളിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന്, ഇവരുടെ കയ്യിൽ സനദുണ്ടോ? ഇമാം ബുഖാരിയുടേതുപോലുള്ള സനദുണ്ടോ ഇവരുടെ കയ്യിൽ? ഇല്ല. നേരെ മറിച്ച് ഉള്ളത് എന്താണ്? സർട്ടിഫിക്കറ്റാണ്. ഏതുപോലത്തെ സർട്ടിഫിക്കറ്റ്? പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ പഠിച്ചാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അയാൾ ഫൈസിയായി എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ദയൂബന്ദിൽ പഠിച്ചാൽ അയാൾ ഈ കോളേജിൽ പഠിച്ച വാക്കവിയാണ്, അല്ലെ വെല്ലൂരിൽ പഠിച്ചാൽ ഇയാൾ ഈ കോളേജിൽ പഠിച്ച വാക്കവിയാണ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതുപോലെ തന്നെ അൽ ഖാസിമി എന്ന സർട്ടിഫിക്കറ്റ് ദയൂബന്ദി എന്ന് കൊടുക്കും. അതുപോലെ സഖാഫി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അതേ മർക്കസി എന്ന് കൊടുക്കും. ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റാണ് യഥാർത്ഥത്തിൽ ഹസ്രജി എന്ന് പറയുന്ന വ്യക്തി ഈ മുടി കൈമാറിയപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. അത് സനദാണെന്ന് പറഞ്ഞ് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചവർ അവസാനം പരസ്യമായി തന്നെ സമ്മതിക്കേണ്ടി വന്നു. ഞങ്ങൾക്ക് തന്നത് അതേ ഈ രൂപത്തിൽ ഹദീസുകൾക്ക് വരുന്നത് പോലെ ഈ മുടി കൈമാറ്റം ചെയ്യപ്പെട്ട ഓരോരുത്തരുടെയും പേര് പറയുന്ന ആ സനദല്ല, നേരെ മറിച്ച് പട്ടിക്കാട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു സനദ് ഞങ്ങൾക്ക് തന്നു എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. കേട്ടോളൂ. അതെ, ഇതിന്റെ സനദ് തന്നു. ആര് തന്നു? ഈ വട്ടിക്കാടും നമ്മളെ കോളേജുകളിലൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള സനദ് ഹസ്രജി അവിടെ ഒപ്പിട്ട് തന്നു. ഇനി ഇതിന്റെ വിശദ വിവരം വ്യക്തമായിട്ട് എന്റെ കൈവശം ഉണ്ട് എന്ന് ആ സനദിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ സ്ഥിതിക്ക് അതെവിടെ എന്ന് ചോദിക്കാൻ ഇവർക്ക് സമയമുണ്ടാവണം. ഇനിയിപ്പോ അതെവിടെന്ന് ചോദിക്കുക, ഇവർക്ക് സൗകര്യം ഉണ്ടാകണം, ഉണ്ടായിട്ട് വേണം. അപ്പൊ കിട്ടിയതെന്തായിരുന്നു സാറേ? അന്ന് കിട്ടിയതെന്തായിരുന്നു? അത് പട്ടിക്കാട് കൊടുക്കുന്നത് പോലെ സർട്ടിഫിക്കറ്റാണ്. ഇതാ സമ്മതിച്ചു അല്ലേ? അതല്ല ഞങ്ങൾക്കറിയേണ്ടത്. പട്ടിക്കാടെന്ന് കൊടുക്കുന്നത് പോലുള്ള സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയോ കിട്ടിയില്ലേ? എവിടുന്നൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടി നിങ്ങൾക്ക് എന്നല്ല ഞങ്ങളുടെ ചോദ്യം. നേരെ മറിച്ച് അടിയാധാരം നിങ്ങളുടെ കയ്യിലുണ്ടോ? അഥവാ നിങ്ങൾക്ക് ഈ മുടി തന്നത് അത് ഈ പറഞ്ഞ ഹദർജിയാണെന്ന് മനസ്സിലായി. ഈ ഹദർജിക്ക് ഈ മുടി എവിടുന്ന് കിട്ടി? അയാൾക്ക് ഈ മുടി എവിടുന്ന് കിട്ടി? അയാൾക്ക് ഈ മുടി എവിടുന്ന് കിട്ടി? അയാൾക്ക് ഈ മുടി എവിടുന്ന് കിട്ടി? അവിടുന്ന് എങ്ങനെ പോയി തബഉത്താബിയിലെത്തിയിട്ട് അദ്ദേഹത്തിന് എവിടുന്ന് ഈ മുടി കിട്ടി? അവിടെ നിന്ന് പോയി സഹാബിയിലെത്തിയിട്ട് ആ സഹാബിയിൽ നിന്ന് റസൂലുള്ളാഹിയിലേക്ക് എത്തുന്ന ആ അടിയാധാരം, ആ പരമ്പര, ആ സനദ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല.
അത് നിങ്ങളുടെ കയ്യിലില്ല. ഇല്ല എന്ന് നിങ്ങൾ തന്നെ പരസ്യമായി സമ്മതിക്കേണ്ടി വന്നു. ആരാ സമ്മതിക്കുന്നത്? നിങ്ങൾ മറന്നുപോകരുത്. വടകരയിൽ വെച്ച് കരഞ്ഞ് പ്രസംഗിച്ച മഹാൻ. അതുപോലെ തന്നെ മർക്കസിന്റെ സമ്മേളനത്തിൽ അതിന്റെ സരത് വായിച്ചുകൊണ്ടാണ് മുടി കൈമാറുന്നത് എന്ന് പറഞ്ഞ ആ മഹാൻ തന്നെ പരസ്യമായി പത്രക്കാരുടെ മുന്നിൽ സമ്മതിക്കേണ്ടി വരുന്നു. അത് ഇപ്പോ ഇവര് തന്നെ CD-യാക്കി വിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, വളരെ സൗകര്യമായി കേട്ടോളൂ. അത് രണ്ടാമത്തെ കേശം ഹസ്രജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനത് പോലത്തെ സനത് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ രണ്ടിനും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിക്ക് അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റി. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളെ പ്രസിദ്ധീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. ഇപ്പൊ തടസ്സം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം. അത് ബന്ധപ്പെടാണ്ട് അടിരേഖ തരാൻ അടിരേഖയുള്ളവരോടല്ലേ ചോദിക്കേണ്ട? എന്താ പറയുന്നത്? നമുക്കൊരു പറമ്പ് വിറ്റാല് അടിരേഖയുള്ള ആളെടുത്ത് അയാളടുത്ത് വേറെയും കുറെ ഉണ്ടാവൂലേ? അപ്പൊ അല്ല, അയാളെടുത്ത് ബന്ധപ്പെട്ട് വാങ്ങണോ? കണ്ടോ? അപ്പൊ അടിരേഖ കയ്യിലില്ല. ഇനിയിപ്പോ അടിരേഖ അന്വേഷിച്ച് പോകണം എന്നാ പറഞ്ഞത്. അപ്പൊ നേരത്തെ പറഞ്ഞ സനതേതാ സാറേ? നേരത്തെ വായിച്ച സനതേതാ? അടിരേഖ കയ്യിലില്ലാതെയാണോ സനത് വായിക്കാൻ വന്നത്? പ്രമാണം കയ്യിലില്ലാതെയാണോ കച്ചവടത്തിന് വന്നത്? തെളിവില്ലാതെയാണോ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞത്? ആ മൂല്യാര് പറഞ്ഞു, ഈ മൂല്യാര് പറഞ്ഞു, ദീനിൽ തെളിവല്ല. ദീൻ ഒരു കാര്യം വേണമെങ്കിൽ സനത് വേണം. സനതില്ലെങ്കിൽ ഓരോരുത്തരും തോന്നിയതുപോലെ പറയും. അതാ നിങ്ങൾ നേരത്തെ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്യില്ല. അല്ലാഹ് ചെയ്യണമെങ്കിൽ കാന്തപുരം അതറിയും, അറിഞ്ഞിട്ടേ ചെയ്യൂന്ന് പറഞ്ഞില്ലേ? അതുപോലെ അല്ലാഹുവിന്റെ റസൂല്, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന്തപുരത്തെ അകത്തിരുത്തിയിട്ട് കുണ്ടൂരിനെ വിളിക്കാൻ പോയ റൂം ബോയ് ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് റൂം ബോയ് ചെയ്യുന്ന പണി അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഈ രൂപത്തിൽ എല്ലാ തോന്നിവാസവും പറയുന്നത് എന്തുകൊണ്ടാണ്? അതേ, അത് പറയാനുള്ള കാരണം സനദില്ല, നിങ്ങൾക്ക് തെളിവില്ല. ഒരു കാര്യത്തിലും തെളിവില്ലാതെ തൊള്ളേ തോന്നിയത് പറയുകയാണ്. അങ്ങനെ വരുമ്പോ കാന്തപുരം എന്ന് പറഞ്ഞാൽ അള്ളാഹിനെക്കാളും വലിയ ആളാകുന്നു, റസൂലുള്ളാഹിയെക്കാളും വലിയ ആളാകുന്നു എന്ന അവസ്ഥയിലെത്തുന്നു. ആരാന്റെ മുടി റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറയുന്ന അവസ്ഥയെത്തുന്നു. ഇതൊരിക്കലും പാടില്ല. വളരെ വ്യക്തമായി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഇത് വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഇല്ലേ മുടി? എന്തൊക്കെ കള്ളച്ചരക്കുണ്ട് ഇവിടെ, എന്തൊക്കെ കള്ളച്ചരക്കുണ്ട്! ആ കള്ളച്ചരക്കില് എത്ര ആളുകൾ മുടി കൊണ്ട് നിറയ്ക്കുന്നുണ്ട്? കാന്തപുരം മാത്രമാണോ? അല്ല. എന്തിനാ 40 കോടി 30 കോടിയൊക്കെ കാന്തപുരത്തിന് പള്ളി വെക്കാൻ? 1 കോടി ഇല്ലാതെ നമ്മുടെ നമ്മുടെ ആലുവയിലെ ഷെയ്ഖ്, അയാൾ കള്ളനാണെന്നുള്ള കാര്യത്തിൽ ഇത്തിഫാക്കാണ്. അത് ഇവർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് കേൾപ്പിക്കും. അപ്പോ ഇത്തിഫാക്കാണ്, അയാൾ കള്ളനാണ്. അങ്ങനെ ഒരുപാട് കള്ളച്ചരക്കുണ്ടല്ലോ. ആ കള്ളനാണ് എന്ന കാര്യത്തിൽ ഏകോപിച്ച അഭിപ്രായമാണ്. ഒരു സമസ്തക്കും അഭിപ്രായ വ്യത്യാസമില്ല. ആ രൂപത്തിലുള്ള ഈ ആലുവ ഷെയ്ഖ് അയാള് പറയണ എന്റെ കയ്യിൽ 5 മുടിയുണ്ട്. ഒരു ജ്യൂസ് കുടിക്കാൻ പോവോ? 5 മുടിയുണ്ട്. പരമ്പരയൊന്നും വേണ്ടല്ലോ, സ്ഥലത്തൊന്നും വേണ്ടല്ലോ. 5 മുടിയുണ്ട്. മാത്രല്ല ഇയാൾ ഈ ആലുവ സുൽത്താൻ മുടി വെച്ചിട്ട് ഇങ്ങനെ ബുർദ ചെല്ലുകയാണ്. കണ്ടോ? ഈ ആലുവ സുൽത്താനുകളുടെ മുടി വെച്ചിട്ട് മൂപ്പര് മൗലിദ് ഓതുന്നു, ബുർദ ചെല്ലുന്നു.
അപ്പൊ അങ്ങനെ പാട്ട് പാടുന്നു, ഉറുദുവിലുള്ളത്, അറബിയിലുള്ളത്. ഇതൊക്കെ നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ ക്ലാസും കൂട്ടില് 5 മുടിയിട്ട് നാം മൂപ്പര് പറയണം. 5 മുടി, ഒരു സനതും വേണ്ട, ഒരു പരമ്പരയും വേണ്ട, സ്വീകരിക്കുക. എന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ? ഇവിടെ കാന്തപുരം മുടി കൊണ്ടുവന്നാലും, ഈ ആലുവ സുൽത്താൻ എന്ന് പറയുന്ന വ്യാജൻ മുടി കൊണ്ടുവന്നാലും, വേറെ ആര് മുടി കൊണ്ടുവന്നാലും സലഫികൾ സനത് ചോദിക്കാൻ പോയില്ല. സലഫികൾ സനത് ചോദിക്കാൻ പോയിട്ടില്ല. എന്തേ കാരണം? സനദില്ല. അതല്ലേ, ആര് മുടി കൊണ്ടുവന്നാലും ഒരു സനദില്ല. ഇന്ന് ലോകത്ത് എവിടെ മുടിയുണ്ടെന്ന് പറഞ്ഞാലും അതിന് കൃത്യമായ ഒരു പരമ്പര റസൂലുള്ളാഹിയിലേക്ക് എത്തുന്നത് ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിയില്ല. കാരണം ഇത് സലഫികൾ വളരെ നേരത്തെ പഠിച്ച വിഷയമാണ്. ഇപ്പൊ മുടി കിട്ടിയപ്പോ പഠിച്ചതല്ല, നേരെ മറിച്ച് ലോകത്ത് ഈ നിലയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് പഠിച്ചിട്ട് വളരെ വ്യക്തമായി തന്നെ സലഫി ലോകം വിധി പറഞ്ഞു. വനഹ്നു നഅലമു അന്ന ആഥാറഹു മിൻ സിയാബിൻ ഔ ശഅരിൻ ഔ ഫളലാത് ഖദ് ഫുഖിദത്. തീർച്ചയായും നാം മനസ്സിലാക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ, റസൂലുള്ളാഹിയുടെ തിരുശേഷിപ്പുകൾ, അത് വസ്ത്രത്തിൽ നിന്നുള്ളതാകട്ടെ, ഔ ശഅരിൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മുടിയാകട്ടെ, ഔ ഫളലാത്തിൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മറ്റു തിരുശേഷിപ്പുകളാകട്ടെ, ഖദ് ഫുഖിദത് അത് നഷ്ടപ്പെട്ടു പോയി. പല കാരണങ്ങളുണ്ട്. യുദ്ധം വഴി നഷ്ടപ്പെട്ടു പോയതുണ്ട്, താർത്താരികളുടെ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടു പോയതുണ്ട്, പല സ്വഹാബികളും ഖബറിൽ വസിയ്യത്ത് ചെയ്തുകൊണ്ട് കൊണ്ടുപോയതുണ്ട്. അങ്ങനെ പല രൂപത്തിലും ഖദ് ഫുഖിദത് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വലൈസ ബിഇംകാനി അഹദിൻ ഇസ്ബാത്ത് വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പുകൾ, അതവിടുത്തെ മുടിയാകട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ വസ്ത്രമാകട്ടെ, മറ്റെന്തെങ്കിലും റസൂലുള്ളാഹിന്റെ കോപ്പയാകട്ടെ, റസൂലുള്ളാഹിന്റെ വടി എന്ന് പറയുന്ന വടിയാകട്ടെ, റസൂലുള്ളാഹിന്റെ വാള് എന്ന് പറയുന്ന വാളാകട്ടെ, റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എന്ന് പറയുന്ന ചെരുപ്പാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ താടിരോമം എന്ന് പറയുന്ന രോമമാകട്ടെ, ആ നിലയിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന തിരുശേഷിപ്പുകൾക്ക് ഒരിക്കലും തന്നെ ഗണ്യതമായി ഇത് റസൂലുള്ളാഹിന്റേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു തെളിവും ഇല്ല. അങ്ങനെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന ഒരു തിരുശേഷിപ്പും ലോകത്തില്ല എന്ന് വളരെ വ്യക്തമായി സലഫി ലോകം പറഞ്ഞു. അത് കാന്തപുരത്തിന്റെ കയ്യിലുള്ള മുടിയായാലും, അതുപോലെ തന്നെ ലോകത്ത് വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ സൂക്ഷിക്കപ്പെട്ട വസ്തുക്കളായാലും എല്ലാത്തിന്റെയും കഥ അതാണ്. ആരെങ്കിലും സനത് കൊണ്ടുവരുന്നുവെങ്കിൽ അത് വ്യാജമായി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയത് തന്നെ, ഉണ്ടാക്കപ്പെട്ടത് തന്നെ അത് സ്ഥിരപ്പെട്ടതാണ് എന്ന് ഖത്ഇയായ രൂപത്തിൽ ഖണ്ഡിതമായി സമർത്ഥിക്കാൻ കഴിയാത്തതുമാണ്. ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം, മുസ്ലിം ലോകം അറിയണം. ഇത് നമ്മൾ പറയുമ്പോ ചിലരെങ്കിലും ചിന്തിക്കണം, എന്താ അത് മുജാഹിദുകൾ അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. അതെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ പോലെയല്ലല്ലോ. റസൂലുള്ളാഹിന്റെ ശഅറിന് പ്രത്യേകതയുണ്ട്, റസൂലുള്ളാഹിന്റെ ശരീരത്തിന് പ്രത്യേകതയുണ്ട്, റസൂലുള്ളാഹിന്റെ വിയർപ്പിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് സഹാബികളെ സംബന്ധിച്ചിടത്തോളം അത് അവർ ബഹുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർ ബർക്കത്തെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് അവർ പല രൂപത്തിലും ആ നിലയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്ത് എവിടെങ്കിലും ഉള്ള ഒരു മുടി സനതുള്ളതാണ് എന്ന് വന്നാൽ, പരമ്പരയുള്ളതാണെന്ന് വന്നാൽ മുജാഹിദുകൾക്കും ബർക്കത്തെടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അതുണ്ടാകാൻ, ആ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പൊന്നും ഇല്ല എന്ന് മുജാഹിദുകൾ വരുത്തി തീർക്കുന്നത് എന്നൊരു സംശയം മാന്യമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിയാക്കന്മാർക്കുണ്ടാവും, ഇല്ലേ? കാര്യം എന്താ? റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകൾ അത് നഷ്ടപ്പെട്ടു പോയി എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ലോകത്ത് അവശേഷിക്കുന്ന റസൂലുള്ളാഹിന്റെ തിരുശേഷിപ്പുകളാണെന്ന് പറയപ്പെടുന്ന, റസൂലുള്ളാഹിന്റെ ചെരുപ്പ് പോലെ, പ്രവാചകന്റെ മതിയടി പോലെ, പ്രവാചകന്റെ വടി പോലെ, പ്രവാചകന്റെ വസ്ത്രം പോലെ പലതുമുണ്ട് എന്ന് പറയപ്പെടുന്ന ആ രൂപത്തിൽ സൂക്ഷിക്കപ്പെട്ടത് റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ബർക്കത്തെടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഖദ് ഫുഖിദത് അത് നഷ്ടപ്പെട്ടു എന്ന് മുജാഹിദുകൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളിവിടെ തെളിയിക്കുകയാണ്. അവരെ കൊണ്ട് തന്നെ പറയിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റേത് സനദോടുകൂടി, അതേ കൃത്യമായ പരമ്പരയോട് ഖണ്ഡിതമായി തെളിയിക്കാൻ കഴിയുന്ന തിരുശേഷിപ്പ് ലോകത്ത് നിലനിൽക്കുന്നില്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, കുറച്ചു നേരത്തേക്ക് നമ്മുടെ പേരോട് ഉസ്താദ് വഹാബിയാണ്. ഇനി നമ്മൾ പേരോട് ഉസ്താദ് വഹാബിയാകുന്ന രംഗമാ കാണുന്നത്.
സുബ്ഹാനല്ലാഹ് കേനമിലേക്ക് എടുക്കണോ വേണ്ടെന്നുള്ള ചർച്ച വേറെയാണ്. അത് ശരിക്കും ആലോചിച്ചിട്ട് പിന്നീട് തീരുമാനം പറയാം. ഇപ്പോൾ ഏതായാലും അയാൾ വഹാബിയാകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേരോട് വഹാബിയാകുന്നു. കേട്ടോളൂ. ശരിക്കും മനസ്സിലാക്കണേ, ഇയാളെ ഞാൻ പിടിച്ച് കെട്ടുന്നത് ശരിക്കും നോക്കിക്കോളി. കെട്ടയച്ചു പോവാൻ മരണം വരെ അയാൾക്ക് കഴിയൂല. ശരിക്കും നോക്കിക്കോളി. എന്നാ നിങ്ങൾ കുറച്ച് ആസാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ, അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ, യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സെനത്, ഓ കൂരിയാട് മൗലവി, കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സെനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സെനത് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സെനത്, നിങ്ങൾ തുർക്കിയിലൊക്കെ പോകുന്ന ആളല്ലേ, തോപ്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കാം. പ്രസിദ്ധീകരിച്ചാ പറഞ്ഞ ഞാനൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചു വിട്ടിരണ്ട. ഇത് നോക്കൂ, ഇത് കാതുർസാന്റെ കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറില്ല കേട്ടോ. കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ വെല്ലുവിളിച്ചൂടെ? കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ വെല്ലുവിളി കേട്ടിട്ട് വിചാരിച്ചോ പേരോടിന് സ്റ്റേജിൽ കയറാനുള്ള പൂതി തീർന്നു എന്ന്? ഇല്ല ഇല്ല, പൂതി തീർന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മെതിയടിയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, തുർക്കിയിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, ഷെയറുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്, കുപ്പായമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്, വാളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഖണ്ഡിതമായ സനദ് കൊണ്ട് വന്ന് വെച്ച് അത് റസൂലുള്ളാഹിയുടേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കൂരിയാടിനും പറ്റില്ല, പേരോടിനും പറ്റില്ല. അതുകൊണ്ടാണ് അയാൾ വെല്ലുവിളിക്കുന്നത്. കൊണ്ടുവരൂ സനദ്, കൊണ്ടുവന്നാൽ ഫ്രീ ആയി ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിച്ചു തരാം. കൊണ്ടുവന്നാൽ ഈ പറയപ്പെട്ട വസ്തുക്കൾക്കൊരു സനദ് കൊണ്ടുവന്നു കാണിച്ചാൽ പിന്നെ ഞാൻ സ്റ്റേജിൽ കയറില്ല എന്നാണ് അയാളുടെ പ്രഖ്യാപനം. നമ്മൾ മനസ്സിലാക്കണം, ഇതല്ലേ സലഫികൾ പറഞ്ഞത്? അത് പേരോട് പഠിച്ചുപോയി, പേരോട് വഹാബിയായി, പേരോട് വഹാബിയായി. ഇനി അവിടെ കൊണ്ടും തീരില്ല. ഇതാ പേരോട് കുറച്ചുകൂടി ശക്തി പ്രാപിച്ച വഹാബിയാവുകയാണ്, കുറച്ചുകൂടി ശക്തി പ്രാപിച്ച വഹാബിയാവുകയാണ്. എങ്ങനെയെന്നറിയോ മാന്റെ സഹോദരങ്ങളെ? വേറെ രൂപത്തിലല്ല. അതെ, ഈ കേരളത്തിൽ അതുപോലെ തന്നെ തമിഴ്നാട് ഇങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് മുടിയുടെ കഥകൾ പറയാറുണ്ട്. അതിലൊന്നാണ് വെല്ലൂര്. ആ വെല്ലൂരത്തെ മുടി, ആ വെല്ലൂരുള്ള മുടിക്ക് സനതുണ്ട് എന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ അവിടെയും പേരോട് വഹാബിയായി രംഗപ്രവേശനം ചെയ്യുന്നു. കേട്ടോളൂ. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല. കുറച്ചല്ലോ ഞാൻ ചോദിക്കുന്നു, അതിന്റെ സനദ്
വെല്ലൂരിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെള്ളം വിറ്റ മുടിയുടെ സനത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. കാരണം 50,000 വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. അതെ, അല്ലെങ്കിൽ 50,000 വാങ്ങിയവരോട് മറുപടി പറയണം. ഇന്ന് വരെ നിങ്ങൾ സനത് ഉദ്ധരിച്ചിട്ടില്ല. നിങ്ങൾ കാസർഗോഡ് മുതൽക്ക് ചെമ്മാടി വരെ പ്രസംഗിച്ചിട്ട് സനത് പറഞ്ഞിട്ടില്ല, സാധിക്കുകയുമില്ല. അപ്പൊ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇപ്പൊ പേരോട് വഹാബിയായി 50,000 വെള്ളം വിറ്റതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. വ്യവസായവൽക്കരിക്കപ്പെടുന്ന ആത്മീയതക്കെതിരെ പേരോട് പ്രസംഗിക്കുകയാണ്. അതാ പറഞ്ഞത്, പേരോട് വഹാബിയായി. മാറ്റം സ്വാഗതാർഹമാണ്. ഒറ്റടിക്ക് ഒരാൾ നന്നാവല്ലോ, കുറേശ്ശെ പഠിച്ചാ വരല്ലേ. അപ്പോ പഠിച്ചതിനും മാത്രം നന്നായിട്ടുണ്ട്, പഠിച്ചതിനും മാത്രം. ഇതിന് കുറെ ഉണ്ട്, കുറെ അലവിലാലത്തിനും കൂടെ ഒഴിവാക്കിയിട്ട് കേന്ദ്രം ചേർക്കണം വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും മാറ്റം സ്വാഗതാർഹമാണ്. ഇനി മാത്രമല്ല മാന്യ സഹോദരങ്ങളെ, അതിന് മറുപടി വന്നു. മറുപടി വന്നപ്പോൾ മറുപടിക്ക് മറുപടി പറഞ്ഞുകൊണ്ട് കൂടുതൽ വഹാബിയായി മാറുകയാണ് പേരോട്. വഹാബിസത്തിലേക്ക് കൂടുതൽ ഊന്നിയിറങ്ങുകയാണ് പേരോട്. കേട്ടോളൂ. അത് ഇതിന്റെ സെനത് വായിക്കുമെന്ന് ചോദിച്ചില്ല. അത് നേരിടാൻ കഴിയാതായപ്പോ കാസർകോട്ടെ യോഗത്തിലെ കാസർകോട് കാതിനെ കൊണ്ട് പറയിക്കാൻ നോക്കി. പ്രായമുള്ള മുല്ലമാർക്കൊണ്ടൊന്നും പറയിക്കല ഇവര് പരിപാടി പറയിക്കാൻ നോക്കി. അങ്ങനെ ചന്ദ്രികയിൽ ഒരു ചന്ദ്രികയിൽ 29-ാം തീയതി ചന്ദ്രിക, 30-ാം തീയതി ചന്ദ്രികയും കാസർകോട് രണ്ടുണ്ടേറ്റ് എടുത്തു. സമയമല്ല ഞാൻ ഓരോന്നോർത്ത് കാണിക്കുന്നതൊക്കെ സ്വീകരിക്കരുത്. അപ്പൊ എന്താ പറഞ്ഞ കാതിയാര് പറഞ്ഞ ഈ ചന്ദ്രികയിൽ വേലൂരുള്ള മുടിക്ക് സനതില്ല. അപ്പൊ പിറ്റേന്ന് രാവിലെ അവർക്ക് ഫോണായി. അപ്പൊ അതിന്റെ പിറ്റേത്തെ ചന്ദ്രികയിൽ അതിൽ സനതുണ്ട്. പിറ്റേന്ന് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അപ്പൊ ഉണ്ടെന്നും ഇല്ലാന്നല്ലോ. അപ്പൊ അവിടെ കോട്ടൊക്കെ പ്രസംഗിച്ച മൊയിലാര് കുടിക്കും. മൊയിലാർ എന്ത് ചെയ്തറിയോ? മൊയിലാര് പറഞ്ഞ് വേലൂര് 2 പൊടിയുണ്ട്, വേലൂര് ബാക്കിയാത്തിലൊന്നുണ്ട്, ലത്തീഫിയയിലൊന്നുണ്ട്. ലത്തീഫിയയിൽ സനതുണ്ട്, ബാക്കിയാത്തിലില്ല. നല്ല 2 കൂടി ഒപ്പിക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാള് ഒരു മുജാഹിദിനെ പുതിയാപ്പിളയാക്കി, ഒരു സുന്നിനെ പുതിയാപ്പിളയാക്കി. മുജാഹിദ് പുതിയാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ മേലെ, സുന്നി പുതിയാപ്പിള വരുമ്പോ അല്ലാഹു അക്ബർ ചോടെ. ഒരു ദിവസം അതാ ബറാത്തിൽ അവർ രണ്ടാളും ഒന്നായിട്ട്. അപ്പൊ ഇയാള് അല്ലാഹു അക്ബർ ഒന്ന് മേലെ ഒന്ന് ചോടെ. 2 പുതിയാപ്പിളക്കും കുഴപ്പം വേണ്ട. ഈ മാതിരി അയാൾ പറയുന്നത് കേട്ടോളി. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഉള്ള ഷാറ് ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാക്കവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. അവിടെ കൊടുക്കുന്ന വെള്ളം ലത്തീഫിയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം, അത് സനദ് ശരിയുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ബാക്കവിയായ അബൂബക്കർ മുസ്ലിയാർക്ക് കഴിയില്ലേ? ആളെ പോയി പഠിച്ചിട്ടുണ്ടല്ലോ, ഉസ്താമാരെ പൊരുത്തമില്ലെങ്കിലും പോയി പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. ബാക്കവിയാണല്ലോ, MFB ആണ്. ഇതിന് മറുപടി പറയണം. ആര് മറുപടി പറയണം? പേരോട് സക്കാഫിയല്ല, നേരെ മറിച്ച് പേരോട് വഹാബി. പേരോട് വഹാബി മറുപടി പറയട്ടെ. പേരോട് വഹാബിന് മറുപടി പറയുന്നത് കേട്ടോളൂ. എന്താ മറുപടി? ശരിക്കും ആലോചിച്ചോളൂ. നിങ്ങൾ പറഞ്ഞില്ലേ വെല്ലൂർ ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ലെന്നും ലത്തീഫിയിലെ സനദുണ്ട്, ലത്തീഫിയിലെ മുടിക്ക് സനദുണ്ട് എന്നും പറഞ്ഞില്ലേ? തെളിയിക്കാൻ കഴിയോ? ബാക്കിയാത്തിലെ മുടിക്ക് സനദില്ല എന്നത് തെളിയിക്കാൻ കഴിയോ? ലത്തീഫിയയിലെ മുടിക്ക് സനദുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയോ? രണ്ടിനും ഒരുപോലെ വെല്ലുവിളിക്കുന്നു. പറയൂ പറയൂ പറയൂ. സനദൊന്ന് വായിക്കി, ഞാനത് കേട്ടേ. ലത്തീഫിയയിലെ സനദൊന്ന് വായിക്കി. ബാക്കിയാത്തിന് സനദില്ല എന്നതിന് തെളിവും പറ. രണ്ടും നടക്കൂല. രണ്ടും നടക്കൂല. ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇപ്പൊ എന്താ വേണ്ടത്? വെല്ലൂര് സനദില്ല എന്ന് തെളിയിക്കണം, ലത്തീഫിലെ സനദ് ഉണ്ട് എന്ന് തെളിയിക്കണം. രണ്ടും തെളിയിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. ഈ ജാതിയാണ്. നിങ്ങൾ നോക്കി, ഇത് മൂത്ത് എന്ത് വഹാബി ഈ സാധനം? ഇയാൾ എന്ത് വഹാബി? ഇത് ഇങ്ങനെ മാറുമോ മനുഷ്യന്മാര്? ഇങ്ങനെ ആളുകൾക്ക് മാറ്റം ഉണ്ടാവോ? ഇനി മാത്രല്ല, ഇയാളുടെ പ്രസംഗം കേട്ടോളൂ. അതെ, വെള്ളം വിൽക്കാൻ പാടുണ്ടോ? പാടില്ലേ. ഇത്രയും കാലം, അഥവാ ഈ മുടി കാന്തപുരം കൊണ്ടുവരുന്നത് വരെ കാശ്മീരുടെ വെള്ളക്കച്ചവടത്തിനെതിരെ പ്രസംഗിച്ചത് മുജാഹിദുകളാണ്. പക്ഷേ മുജാഹിദുകളുടെ പ്രഖ്യാപനം ഏറ്റെടുക്കുന്നു ആര്? പേരോട് വഹാബി. പേരോട് വഹാബി ഏറ്റെടുക്കുകയാണ്. കേട്ടോളൂ. ഊരിയാറ്റാരൻ പറയുന്ന അങ്ങനെ വെള്ളം വിറ്റ് പൈസ വാങ്ങാൻ പറ്റൂല. സത്യം അംഗീകരിക്കാൻ തയ്യാറാകണം. റെഡിയാണ്. സത്യം അംഗീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി വിറ്റിട്ടല്ല, മുടി വിറ്റ വെള്ളം വിറ്റിട്ടല്ല, നബിയുടെ പേരിൽ പള്ളി ഉണ്ടാക്കിയിട്ടല്ല 1400 കൊല്ലം കേരളത്തിൽ ഇസ്ലാം ഉണ്ടായത്. അത് മനസ്സിലാക്കണം.
മനസ്സിലാക്കണം കാസിമി, മനസ്സിലാക്കണം കാസിമി. ആ മുടിയിട്ട വെള്ളം വിറ്റിട്ടല്ല ഇസ്ലാം ദീനോട് ഉണ്ടാക്കിയത്. മനസ്സിലാക്കണം, സത്യം അംഗീകരിക്കണം. മനസ്സിലാക്കണം കാസിമീൻ. ആരാ പറയണത്? പേരോടാ പറയണത്. ദോസ്താദിനും ബാധകാളും മൂപ്പരടക്കം പറന്നു പോകുന്നുണ്ട്. ആയിക്കോട്ടെ, നന്നായത്ര നന്നായല്ലോ, അത് മതി. ബാക്കി പിന്നെ ആലോചിക്കാം. ബാക്കി നന്നാകാനുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആലോചിക്കാം. നന്നായത്ര നന്നായി. അതുകൊണ്ട് അവസാനിക്കുന്നു മാന്യ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അതെ വെള്ളം വിൽക്കാൻ പാടില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. കാസിമിക്ക് വാല് പറഞ്ഞു, കാസിമിക്കെതിരെ പ്രസംഗിച്ചു വഹാബിയായ പേരോട് വീണ്ടും ഇതാ ശക്തമായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്നോട് ഇന്ന് വൈകുന്നേരം ഒരാൾ വന്ന് പറഞ്ഞ്, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളെ കൊണ്ട് എന്നെ പറയിക്കാനുള്ള പരിപാടിയുണ്ട്. വഞ്ചനയായിട്ട് ആർക്കും പൈസ ആക്കിയിട്ടേ തിരിച്ചു കൊടുക്കണോ? വഞ്ചിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, സെനതില്ലാത്ത മുടിന്റെ വെള്ളം കൊണ്ടുവന്ന് വിറ്റിട്ട് 50,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ച് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് തന്നെയാ പറയേണ്ടത്. ആ തിരിച്ചു കൊടുക്കണോ പൈസ, അല്ലെങ്കിൽ കാണിക്കണം സെനത്. വെറുതെ പറഞ്ഞാ പോരാ, സെനത് കാണിക്കണം. എടാ വെള്ളപ്പാണ്ട് വരൂലേ? സനത് നോക്കിയ വെള്ളപ്പാണ്ട് വരുമെന്നല്ലേ പ്രസംഗിച്ചത്? അപ്പൊ സനത് നോക്കിയ വെള്ളപ്പാണ്ട് വരൂലേ? ഞാനിപ്പോ വഹാബി ആയിട്ടുണ്ട്. വഹാബികൾ സനത് നോക്കുന്നവരാണ്. വഹാബികൾ സനത് നോക്കുന്നവരാണ്. പണ്ട് എന്റെ വാദം എന്തായിരുന്നു? സനത് നോക്കിയാൽ മങ്കൂസ് തള്ളേണ്ടി വരുമെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴോ സനതില്ലാത്ത വെള്ളം കൊണ്ടുവന്ന് വിറ്റാൽ വഞ്ചനയാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഞാൻ വഹാബി ആയിട്ടുണ്ട്. ഇതാ മാറ്റം. നിങ്ങൾ മാറേണ്ടി വരും. നിങ്ങൾ ഒന്നൊന്നിന് പുറകെ ഒന്നായി മാറി ഈ മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്നത് നിങ്ങൾ പറയും. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പ്രസംഗിപ്പിക്കും. സംശയം വേണ്ട. ഇനി പേരോട് തന്നെ പരസ്യമായി പറയുന്നു, ഞാൻ മുജാഹിദാണ്, ഞാൻ മുജാഹിദിന്റെ ചോദ്യം ചോദിക്കുന്ന ആളാണ്. നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഞങ്ങൾ. കേട്ടോളൂ, ഇതാ വഹാബിയായ പേരോടാണ്. മുടിയിൽ കുടുങ്ങിയ കാന്തപുരവും വഹാബിയായ പേരോടുമാണ്. സംശയം വേണ്ട. അതേ കാന്തപുരം മുടിയിൽ കുടുങ്ങിയപ്പോ പേരോട് വഹാബിയായി. അത് കൃത്യമായി മനസ്സിലാക്കണം. കേട്ടോളൂ, മുജാഹിദിന്റെ പ്രസംഗം കട്ട് പ്രസംഗിക്കുന്നു. ആരാ പ്രസംഗിക്കുന്നത്? സാക്ഷാൽ പേരോട്. സംശയം ആണോ? വേണ്ടതില്ല, തെളിയിച്ചു തരാം. ഇയാളുടെ പ്രസംഗം കേട്ടോളൂ നിങ്ങൾ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ വെല്ലൂരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം കൊണ്ടുവന്ന് ഒരു കുപ്പി 25,000 ഉറുപ്പികയ്ക്ക് വിറ്റു. അങ്ങനെ 2 കുപ്പി വെള്ളം വിറ്റു. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബർക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാണ് നിങ്ങളെ സമസ്ത? ഇതിനൊന്നും നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അല്ല, ഇതെന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബർക്കത്ത് മതിയോ, പാവപ്പെട്ടവർക്ക് ബർക്കത്ത് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. എപ്പോഴാ പേരോടെ ആ ചോദ്യം ചോദിച്ചത്? ഞാനെന്ന് പറഞ്ഞ ആള് നിങ്ങളാണോ ഞാനെന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്? എന്നാൽ നിങ്ങൾ തന്നെ പറയുന്നു അത് ഞാൻ ചോദിച്ച ചോദ്യമല്ല, മുജാഹിദികൾ ചോദിച്ചതാണ് എന്ന് നേരത്തെ പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ പറയുന്നു ഞാൻ ചോദിച്ചതാണ് എന്ന്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ മുജാഹിദായി എന്നല്ലേ? നിങ്ങൾ മുജാഹിദായി എന്നല്ലേ? പരസ്യമായി നിങ്ങൾ സമ്മതിക്കുകയല്ലേ? ഞാൻ ചോദിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. എന്ത്? ഞാൻ ചോദിച്ചു പണക്കാർക്ക് മാത്രം മതിയോ, പാവപ്പെട്ടവർക്ക് ബർക്കത്ത് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു എന്ന് പ്രസംഗിച്ച ആ മാന്യൻ തന്നെ തൊട്ടുമുമ്പത്തെ പ്രസംഗത്തിൽ ചോദിക്കുന്നത് കേട്ടോളൂ. മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി? അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000 വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യരില്ലേ അപ്പുറത്ത്? അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്? ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ? എന്നിട്ട് ഞങ്ങൾക്ക് മൈക്ക് കിട്ടുന്ന ഇവിടെ മുജാഹിദിന് കാരണമല്ലേ? നിങ്ങൾ പറയണം മറുപടി. ഞാനിതാ മുജാഹിദിന്റെ ക്ലിപ്പ് വെക്കുന്നു. അത് റസൂലുള്ളാഹിയുടെ മുടിയാന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കൊണ്ട് മുടി ജ്യൂസ് കുടിപ്പിക്കുന്നു. അങ്ങനെ അതിൽ വിറ്റ് കാശാക്കുന്നു. അങ്ങനെ മഹാനീചനാണ് കാന്തപുരം മുസ്ലിയാർ എന്നാണ് ഈ മുസ്ലിയാർ പ്രസംഗിക്കുന്നത്. ഇവിടെ ഒന്ന് പ്രസംഗിച്ച അതേ മഹാനാണ്. എന്നാൽ തന്റെ ഗ്രൂപ്പുകാരനോ തങ്ങളുടെ ഗ്രൂപ്പോ മോശമാണോ? പറ്റൂല. അവര് 3 ആക്കി നമ്മൾ 10 ആക്കണം. അങ്ങനെ 10 ആക്കുന്നെങ്കിൽ കണ്ടോളൂ. വെല്ലൂരിൽ നിന്ന്
ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാബാടുത്തത് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾ പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ തന്നെ വിതരണം ചെയ്യും. കണ്ടോ, കാന്തപുരം മുസ്ലിയാരെന്താ തന്റെ മുടിയെങ്കിലും പേരെടുത്ത് വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ മുടിയാണ്. ഇത് മുടിയില്ല, വെള്ളം മാത്രമേ ഉള്ളൂ എന്നാ. ആ വെള്ളത്തിന് 1 കുപ്പിക്ക് 25,000 രൂപ. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? ബർക്കത്താക്കപ്പെട്ട റസൂലുള്ളാഹിയുടെ മുടികിട്ട വെള്ളാണെന്നാ. എങ്കിൽ എല്ലാവർക്കും ഫ്രീ കൊടുക്കല്ലേ വേണ്ടത്? എല്ലാവർക്കും കിട്ടട്ടെ. പൈസക്കാരന് മാത്രം പാവപ്പെട്ടവരില്ലേ? 25,000 കൊടുക്കാനില്ലാത്തവരിൽ ഒരു ബർക്കത്ത് വേണ്ടേ, ഒരു പോരിസ വേണ്ടേ? അങ്ങനെ കൊടുക്കൂല. അത് 25,000 കിട്ടിയാൽ 1 കുപ്പിക്ക് 25,000 വീതം തന്നാൽ അവർക്ക് തരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്റ്റേജിലേക്ക് വരണം. പിന്നീട് നമ്മൾ ഉസ്താദ് അത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് 2 കുപ്പി വെള്ളം 50,000 രൂപക്ക് വിറ്റ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് മൗലവിയെ കൊണ്ട് ചോദിപ്പിച്ചത് നിങ്ങളല്ലേ? എന്നാൽ അതേ ചോദ്യം പേരോടിനെ കൊണ്ട് ചോദിപ്പിച്ചത് ഞങ്ങളല്ലേ? എന്ത് കഷ്ട! ഇയാള് മുജാഹിദായിപ്പോ അതാ പറഞ്ഞത് പേരോട് വഹാബിയായിട്ടുണ്ട്. കാന്തപുരത്തിന്റെ കാലിൽ മുടി ചുറ്റിയപ്പോ അറിയാതെ പേരോട് വഹാബിയായി. അതുകൊണ്ട് ആ പരസ്യ പ്രഖ്യാപനം സന്തോഷത്തോടെ കൂടെ തന്നെ നമുക്കൊന്ന് കേൾക്കാം. മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? 25,000 വിൽക്കുമ്പോ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത് അള്ളാന്റെ റസൂലിന്റെ മുടിയിട്ട വെള്ളം എനിക്ക് കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനില്ലേ അപ്പുറത്ത്? ആ മനുഷ്യന്റെ നെഞ്ഞു പൊട്ടിയില്ലേ? നിങ്ങൾ 25,000 വാങ്ങിയാലല്ലേ കൊടുക്കുള്ളൂ, 25,000 കിട്ടിയാലല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ എന്ന ചോദ്യം മുജാഹിദിനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് ഞങ്ങളെ വഷളാക്കിയവരല്ലേ നിങ്ങൾ? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബറക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാ നിങ്ങളെ സമസ്ത? മുജാഹിദ് ചോദിച്ചില്ലേ പരസ്യമായി, അതേ അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് പണക്കാർക്ക് മതിയോ, സാധുക്കൾക്ക് വേണ്ടേ? ഞാൻ ചോദിച്ചു, പണക്കാർക്ക് മാത്രം ബറക്കത്ത് മതിയോ, സാധുക്കൾക്ക് ബറക്കത്ത് വേണ്ടേ? ഇതെന്ത് സമസ്തയാ നിങ്ങളെ സമസ്ത? അപ്പൊ ഇയാൾ ഏതാണ്ട് മുജാഹിദാകാൻ ഉറപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ വിചാരിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് 2 അക്ഷരം പഠിച്ചിട്ടേ വരാൻ പാടുള്ളൂ. വെറുതെ വന്ന് ഇവിടെ വിത്തലുണ്ടാക്കാതിരിക്കരുത്. നന്നായി പഠിച്ചിട്ട് വന്നാൽ മതി. കാര്യമല്ല, മൂപ്പരുടെ അവസ്ഥ ദറജ, ആ ദറജ മൂപ്പർ പലപ്പോഴും പറയുന്നത് അലാദറജയാണ്, വലിയ ദറജയാണെന്നാ. പക്ഷെ ആ അവസ്ഥ ഒന്ന് പരിശോധിക്കണം നമുക്ക്. കേട്ടോളൂ. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ശറഫാക്കപ്പെട്ട മുടി ഉണ്ട് തന്നെ വെക്കുക. എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷാർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷാർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു. ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ അധീനതയിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ. ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയുന്നത്.
ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിലുണ്ട്, കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കും. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ, 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു തരികയെന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമ്മാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കരുത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനക്ക് അനുകൂല. സമ്മതിച്ചു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ഷഹറത്തൻ തന്നെ. സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43. അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ, 1ാം ക്ലാസ് മുതൽ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ, സിത്ത, സബ, അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവുദ്ദീൻ പോലെ അറബി പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ സലാസം 40 എവിടെ പഠിച്ചെന്നറിയോ? ഈ കിതാബ് അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസ് അടുത്ത്, മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5ാമൻ 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് സലാസം 40 ഷഹറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ സലാസം 40 ഖാമിസും സലാസും കൂടി ഒന്നിച്ച് കണ്ടപ്പോ മൂപ്പര് വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, സലാസം 40 വേറെയാണ്. അൽ ഖാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർബഈനും മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ അല്ല് വിട്ടൈൻ. കണ്ടോ? അപ്പൊ ഇതാണ് അവസ്ഥ. ഈ ജാതി മനുഷ്യന്മാര് മുജാഹിദുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 2 അക്ഷരം പഠിച്ചിട്ട് വന്നാൽ മതി. മൂപ്പര് അറബി കോളേജിലെ പ്രിൻസിപ്പളാന്നാ പറയുന്നത്. ഈ അറബി കോളേജ് പ്രിൻസിപ്പളിന്റെ അവസ്ഥയായി കണ്ടത്. ആയിക്കോട്ടെ, എന്നാ ഇപ്പോ അതിന് മറുപടി എന്താ? അല്ല 34 തന്നെയാണെന്നാണ്. അല്ല, അതെനിക്ക് തെറ്റിപ്പോയതാ, 43 അതാ മറുപടി. കേട്ടോളൂ. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി കുസ്തുന്തീനിയയിൽ ഉണ്ട്. അവിടെയുള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം. ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. കണ്ടോ? അതിനിടയ്ക്ക് ഒരു കളവ് കയറ്റിപ്പോയില്ലേര് അവിടെ പിടിക്കണത് കേട്ടോ. അതെന്നറിയോ? മൂപ്പര് പറയാ 34 ഞാൻ മുമ്പെപ്പോഴോ നോക്കി വെച്ച ഓർമ്മ പറഞ്ഞതാണ്. അത് ഒരിടത്തല്ല മൂല്യാര് പറഞ്ഞു, 2 ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ. അത് മറ്റൊരിടത്ത് ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ 43 34 പോയതല്ല നിങ്ങളെ വലിയ വിഷയം. ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ 43 34 പോയതല്ല നിങ്ങളെ വലിയ വിഷയം. അല്ല, മുമ്പ് നോക്കിയ ഓർമ്മയിലാണോ അപ്പൊ നോക്കിയ ഓർമ്മയിലാണോ? മുസ്ലിയാരെ ഒന്ന് പരിശോധിക്കണം. മുമ്പ് നോക്കിയ ഓർമ്മയിൽ പറഞ്ഞാണോ അപ്പൊ നോക്കിയ ഓർമ്മയിൽ പറഞ്ഞാണോ? ഏതായിരുന്നാലും മുസ്ലിയാര് അത് പറയുന്ന രംഗം ഒന്ന് നോക്കിക്കോളൂ. അവിടെ കാണാം കിതാബല്ല പേപ്പർ ഇങ്ങനെ നോക്കി തന്നെയാണ് വായിക്കുന്നത്. തെറ്റിപ്പോയി എന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല, വായിക്കാൻ അറിയുന്നില്ലെന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനൊരാള് വഹാബിയായാൽ ഞങ്ങൾക്ക് പണിയാള് കേട്ടോ. അതുകൊണ്ട് മര്യാദക്ക് വഹാബിയായിക്കോ. നല്ല വഹാബി, നല്ല മുജാഹിദ് തന്നെ.
ഈ ജാതി കള്ളത്തരം ഇവിടെ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിനിടക്ക് ഇദ്ദേഹം നടത്തിയ തട്ടിപ്പ്, ആ തട്ടിപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിലുണ്ട്, കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണുള്ളത്? അവിടെ എത്രയാണുള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കും. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചു. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ. ഞാൻ ഇത് ഓർമ്മ പറഞ്ഞാണോ? ഇത് ഓർമ്മ പറഞ്ഞാണോ? 34 മുടി. നേരത്തെ പറഞ്ഞ 35 ഓർമ്മ പറഞ്ഞാണോ? ആണോ? നോക്കിയല്ലേ മുല്ലാരെ വായിച്ചത്? നോക്കിയപ്പോഴല്ലേ നേരത്തെ കണ്ട് പറഞ്ഞ 35 അല്ല 34 തോന്നിയത് അല്ലേ? കാരണം അവിടെ 4 ആളുണ്ട്. മുയിലാര് നോക്കുന്നിടത്ത് 4. അപ്പൊ മുമ്പ് എപ്പോഴോ നോക്കി ഓർമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളവല്ലേ? ബാക്കി കേട്ടോളൂ. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ. ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ 43 34 പോയതല്ല നിങ്ങളെ വലിയ വിഷയം. എന്തെന്ന് നോക്കിക്കോ, നിങ്ങൾ പറഞ്ഞു തരികയെന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ 43 34 പോയതല്ല നിങ്ങളെ വലിയ വിഷയം. കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചു. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ. കണ്ടോ? അപ്പോ നോക്കിയാണോ വാശി ഓർമ്മയെന്ന് പറഞ്ഞാണോ? എന്തിനാ ഇങ്ങനെ കളവ് പറയണത് മനുഷ്യ? എന്തിനാ നേരത്തെ അറിഞ്ഞിട്ടാ കളവ് പറഞ്ഞത്? ഇപ്പൊ മൂപ്പര് നോക്കി കളവ് പറയാണ്. പിന്നെ ഓർമ്മയെന്ന് കളവ് വേറെ പറയും. ഇങ്ങനെ എത്ര കളവായി പറയണത്, എത്ര കളവാ പറയണത് എന്ന് മാത്രമല്ല, ഇതൊക്കെ ഈ പറഞ്ഞത് കുടുങ്ങി പറഞ്ഞതാണ്. നിങ്ങൾ മനസ്സിലാക്കണോ? എന്നിട്ട് എല്ലാം കാന്തപുരത്തിലേക്ക് ചേർക്കുക. അതിന് കാന്തപുരം മഹാനാണെന്ന് വരുത്തുക. നബിയെക്കാളും വലിയ ആളാണെന്ന് വരുത്തുക. പക്ഷെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം. അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ് നിങ്ങൾ കേട്ടു, റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറഞ്ഞ് നിങ്ങൾ കേട്ടു, റസൂലുള്ളാഹിന്റെ മുടിയിലേക്ക് ചേർത്ത് പറയുന്ന കളവുകൾ നിങ്ങൾ കേട്ടു. എന്നാൽ ഇവിടെയെല്ലാം കാന്തപുരത്തിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോ ഇസ്ലാമിക ലോകം പറഞ്ഞൊരു വിധി ഇടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എന്താണ് ഇസ്ലാമിക ലോകം പറഞ്ഞതെന്നറിയുമോ? വമൻ ദഹബ ഇലാ അന്നൻ നുബുവത മുക്തസബ. ഒരുത്തൻ വാദിച്ചു. എന്താ വാദിച്ചത്? ഒരുത്തന്റെ വാദം അന്നൻ നുബുവത മുക്തസബ. നുബുവത്ത് എന്ന് പറഞ്ഞാൽ അത് സമ്പാദിച്ചുണ്ടാക്കാമെന്നൊരുത്തൻ വാദിച്ചാൽ, എന്ന് പറഞ്ഞാൽ ഖാദിയാനികൾ പറയുന്നത് പോലെ നുബുവത്ത് എന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നമസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്ത് കൊടുത്ത് അങ്ങനെ കൂടുതൽ നന്മകൾ ചെയ്ത് അങ്ങനെ അവസാനം അയാൾ നബിയായി മാറുമെന്ന ഖാദിയാനികളുടെ വിശ്വാസം പോലെ ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഖാദിയാനികൾ കൊണ്ടുവന്നൊരു വാദമുണ്ട്. ഒരാൾ കുറെ നമസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു, അങ്ങനെ ധാരാളം നന്മകൾ ചെയ്ത് അങ്ങനെ അയാൾക്ക് ഭാവിയിൽ നബിയായി രൂപാന്തരപ്പെടാമെന്ന ഒരു വ്യാജവാദം ഖാദിയാനികൾക്കുണ്ട്. ആ വാദത്തിലേക്ക് ആരെങ്കിലും പോയാൽ ومن ذهب إلى أن النبوة مكتسبة أو إلى أن الولي أفضل من النبي, അല്ലെങ്കിൽ അയാൾ വാദിച്ചത് അതെ ഒരു വലിയ എന്ന് പറഞ്ഞാൽ അയാൾ നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന വാദത്തിലേക്ക് ആരെങ്കിലും പോയാൽ, ഖാദിയാനികളുടെ വാദത്തിലേക്കോ അല്ല എങ്കിൽ ഒരു വലിയ നബിയേക്കാൾ ശ്രേഷ്ഠനാണെന്ന വാദത്തിലേക്കോ ആരെങ്കിലും പോയാൽ ഫഹുവ സിന്ദീഖ്. ഈ പറയപ്പെട്ട നുബുവത്ത് സമ്പാദിച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞ ഖാദിയാനിയും അതുപോലെ തന്നെ ഈ നബിയേക്കാൾ ശ്രേഷ്ഠനാണ് വലിയെന്ന് പറഞ്ഞവനും ഫഹുവ സിന്ദീഖ്, അവൻ നിർമ്മിതവാദിയാണ്. യജിബു ഖത്ലുഹു, ഇസ്ലാമിക കോടതി അവന് കൊടുക്കേണ്ട ശിക്ഷ വധശിക്ഷയാണ് എന്നത് ഇസ്ലാമിക ലോകം രേഖപ്പെടുത്തിയ കാര്യമാണ്.
ഇസ്ലാമിക കോടതിയിൽ ഇത്തരത്തിലൊരുത്തൻ വന്നാൽ അവന് കൊടുക്കേണ്ട ശിക്ഷ വധശിക്ഷയാണ്. യജിബു ഖത്ലുഹു, അവനെ വധിച്ചുകളയിൽ വധശിക്ഷ പ്രഖ്യാപിക്കൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാമിക ലോകം പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഇക്കൂട്ടത്തിൽ നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കണം. അപ്പോ ഒരിക്കലും ഖാദിയാനിയുടെ വാദം ശരിയല്ല. അതുപോലെ അതിന് സമാനമായിട്ട് നബിയുടേതല്ലാത്ത ഒരു വസ്തു കൊണ്ടുവന്ന് നബിയുടേതാണ് എന്ന് പറഞ്ഞാൽ അതും തെറ്റുതന്നെയാണ്. കാരണം രണ്ടും കുറ്റകരമാണ്. നബിയല്ലാത്ത ആള് നബി എന്ന് പറഞ്ഞാലോ അവൻ കദ്ദാബാണ്. അതുകൊണ്ടാണ് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് മുസ്ലിം ലോകം പറഞ്ഞത്. മുസൈലിമ കദ്ദാബ് എന്നാ പറഞ്ഞത്, കള്ളപ്രവാചകൻ എന്നാ പറഞ്ഞത്. അബ്ഹലത്ത് ഇബ്നു കഅബ് എന്ന അസ്വദുൽ അൻസി അയാൾ കദ്ദാബ് കള്ളപ്രവാചകൻ എന്നാ പറഞ്ഞത്. അതുപോലെ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി കദ്ദാബ് എന്നാ മുസ്ലിം ലോകം പറഞ്ഞത്. എന്തേ കാരണം? നബിയല്ലാത്ത ആള് നബിയാണ് എന്ന് പറഞ്ഞു. ആ കാര്യം നബിയല്ലാത്ത ആള് നബിയാന്ന് പറഞ്ഞു, മൂത്രവാർച്ച മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞു, ഇങ്ങനെ പല രൂപത്തിലുമുള്ള തോന്നിവാസങ്ങൾ പറഞ്ഞു. അതപ്പോഴാണ് മുസ്ലിം ലോകം കദ്ദാബ്, വ്യാജവാദി, കള്ളനെന്ന് അവരെക്കുറിച്ച് വിധി പറഞ്ഞത്. എങ്കിൽ നബിയുടേതല്ലാത്തത് നബിയുടേതാണ് എന്ന് പറഞ്ഞവരും ഏതാണ്ട് അതേ കോലത്തിലേക്കാ മാറിപ്പോകുന്നത്. നബിയുടേതല്ലാത്ത നബിയുടേതാണ് എന്ന് പറയുക, നബിയുടേതായ കാര്യങ്ങൾക്കുള്ള പ്രത്യേകതകൾ ഇതിലുണ്ട് എന്ന് വാദിക്കുക. ഇത് രണ്ടും അപകടകരമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി മുടിയൊന്ന് പരിശോധിച്ചപ്പോഴോ അതതിനേക്കാളും വലിയ ഗൗരവമാണ്. മുസ്ലിം ലോകം കണ്ടു വെറുങ്ങലിച്ചു. എവിടുന്നാ കാന്തപുരത്തിന് മുടി കിട്ടിയത്? ഏത് മുടിക്കൂട്ടത്തിനാ കിട്ടിയത്? അത് അഹമ്മദുൽ ഖദ്റജി എന്ന് പറയുന്ന ഒരു അബൂദാബിക്കാരൻ കൊടുത്തതാണ്. അയാൾക്കൊരു ഖസാനയുണ്ട്, ആ ഖസാനയിൽ മുടിയുണ്ട്. ആ മുടി നോക്കിയപ്പോഴോ പെണ്ണുങ്ങളെക്കാൾ നീളമുള്ള മുടി, ഞാൻ കുതിരയുടെ വാല് കിടക്കണ പോലെ മുടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുടി കാന്തപുരത്തിനുണ്ട് എന്ന് വന്നാലോ, ഈ മുടി പേരോട് മുസ്ലിയാർക്കുണ്ട് എന്ന് വന്നാലോ, അതെ നിങ്ങളത് സങ്കല്പിക്കൂ. ഈ കവലയിലൂടെ കാന്തപുരം മുസ്ലിയാർ ഇത്രയും നീളമുള്ള മുടിയിൽ വെച്ച് നടന്നു പോണ രംഗം എന്തായാലും എല്ലാവരും കൈയടിച്ച് പാസാക്കൂലേ അല്ലേ? ഇത്രയും നീളമുള്ള മുടി കാന്തപുരം മുസ്ലിയാർക്കാണെങ്കിൽ, പേരോട് മുസ്ലിയാർക്കാണെങ്കിൽ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത്രയും നീളമുള്ള മുടിയുണ്ടോ എന്ന് മുസ്ലിം ലോകം ചോദിച്ചു. ഇല്ല, ഇല്ല, ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്ക് ഇത്രയും നീളമില്ല. കാരണം മറ്റു നേതാക്കളെ പോലെയല്ല പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ ഉസ്താദായ അബൂ ഉസാമ പറയുന്നത് കാണാം. വഖദ് ദല്ലത് സിഹാഹുൽ അഖ്ബാരി അലാ അന്ന ശഅറഹു ഇലാ അൻസാഫി ഉദനൈഹി വഫീ റിവായത്തിൻ യബ്ലു ശിഹ്മത ഉദനൈഹി വഫീ ഉഖ്റാ ബൈന ഉദനൈഹി വആതിഖിഹി വഫീ ഉഖ്റാ യദ്രിബു മൻകിബൈഹി വലം യബ്ലഗ്നാ ഫീ തൂലിഹി അക്തർ മിൻ ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ നീളത്തെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടുകളുണ്ട്. അതിൽ കാണാം ചെവി വരെ എന്ന് കാണാം, ചെവിക്കുറ്റി വരെ എന്ന് കാണാം, അതുപോലെ തന്നെ പെരടി വരെ എന്ന് കാണാം, അപ്രകാരം തന്നെ 2 ചുമലുകൾ വരെ എന്ന് കാണാം. വലം യബ്ലഗ്നാ ഫീ തൂലിഹി അക്തർ മിൻ ദാലിക്. അതിനേക്കാൾ റസൂലുള്ളാഹിയുടെ മുടി ഇറങ്ങിയതായി ഒരു റിപ്പോർട്ടും നാം കണ്ടിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. വഹാദൽ ഇഖ്തിലാഫു ബിഇതിബാരി ഇഖ്തിലാഫി അഹ്വാലിഹി. എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? ചിലർ ചെവി വരെ എന്ന് പറയാൻ കാരണം, ചെവിക്കുറ്റി വരെ എന്ന് പറയാൻ കാരണം, പെരടി വരെ എന്ന് പറയാൻ കാരണം, മാക്സിമം അതേ ചുമലുകൾ വരെ എന്ന് പറയാൻ കാരണം, ആളുകൾ പല അവസരത്തിൽ റസൂലുള്ളാഹിയെ കണ്ടിട്ടുണ്ട്. പല അവസരത്തിൽ കണ്ടയാളുകൾ കണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുടി വളർന്നത് വ്യത്യസ്ത അവസ്ഥയിലാകാൻ കാരണം എന്തുകൊണ്ട് എന്ന് വരെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുടി നീക്കിയ പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ഹിജ്റ 6-ാം വർഷമാണ്. ഹുദൈബിയിൽ വെച്ച് റസൂലുള്ളാഹ് തലമുണ്ടനം ചെയ്തു, ഉംറയ്ക്ക് വേണ്ടി വന്നിട്ട് തഹ്ലീലാകാൻ വേണ്ടി. ഹിജ്റ 7-ാം വർഷം റസൂലുള്ളാഹ് ഉംറ ചെയ്തു, തഹ്ലീലായി, അപ്പോൾ തലമുണ്ടനം ചെയ്തു. അതുപോലെ തന്നെ ഹിജ്റ 8-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജഹ്റാനയിൽ വന്ന് ഉംറ ചെയ്തു, തലമുണ്ടനം ചെയ്തു. ഹിജ്റ 10-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്ത് തലമുണ്ടനം ചെയ്തു. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ വളർച്ചയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോ മുടി വളർന്ന് അത് ചിലർ ചെവി വരെ എത്തിയ അവസ്ഥയിൽ കണ്ടവരുണ്ട്, പെരടി വരെ എത്തിയ അവസ്ഥയിൽ കണ്ടവരുണ്ട്, ചുമലുകൾ വരെ എത്തിയ അവസ്ഥയിൽ കണ്ടവരുണ്ട്. പക്ഷേ അതിനേക്കാൾ നീണ്ടതായി റസൂലുള്ളാഹിന്റെ 2 ചുമലുകളെക്കാൾ മുടി നീണ്ടതായി ഒരു റിപ്പോർട്ടിലും ഇല്ല.
ഇത് വ്യക്തമാണ്. ഇത് മുസ്ലിയാക്കന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ കാണിച്ചത് എന്തായാലും നബിയുടെ മുടിയല്ല. കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചുവടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടിവെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കണ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്താണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? കണ്ടോ, മുടിക്ക് നീളം കൂടുതലാണ്. മുടിക്ക് നീളം കൂടിയാൽ അത് കള്ളാണ്, പിടിക്കേണ്ട മുടിയാണ് എന്നാണ് പേരോട് മുസ്ലിയാർ തന്നെ ഇപ്പൊ സമ്മതിച്ചത്. അപ്പൊ ഇതിനൊരു പുതിയ ന്യായം കൊണ്ടുവന്നു. അത് തകരുകയാണ് ഇവിടെ. പുതിയ ഒരു ന്യായം. അതെന്താ? ജവാഹിറുൽ ബിഹാർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. ആ കിതാബിൽ യൂസുഫിന്റെ ബഹാനി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാം പറഞ്ഞിട്ടുണ്ട്, നൂറുകണക്കിന് വർഷം മുമ്പ് മരിച്ച ആളാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ഇതിന് മുമ്പുള്ള പ്രസംഗങ്ങളിൽ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അത് പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ ആ സമുദായത്തെ പിടിക്കാൻ കാന്തപുരത്തിന്റെ മുടിക്കച്ചവടം എന്ന സീഡിയിൽ ഈ പറയുന്ന യൂസുഫിന്റെ ബഹാനി ഇമാമാണോ, അദ്ദേഹം ഏത് കൊല്ലം ജനിച്ച ആളാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഇമാമാണോ, ഈ രൂപത്തിലുള്ള ചർച്ചയൊക്കെ അത് നടത്തുന്നത് കാണാം. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താ എന്നല്ലേ, ഇവിടെ ഈ കിതാബ് വെച്ചിട്ടാ ഇപ്പൊ കളി. ഈ കിതാബ് വെച്ചിട്ടാ കളി. എന്നിട്ട് പറയുന്നത് ഹദ്റജിയുടെ മുടി വളരുന്ന മുടിയാണ്. റസൂലുള്ളാഹി വഫാത്തായെങ്കിൽ ഈ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുസ്ലിയാർ പ്രസംഗിച്ചത് കേട്ടോളൂ. ഹദ്റജി അബൂദാബിയിൽ തന്റെ ഹിദാനത്തുൽ ഹദ്റജിയിലുള്ള ഷഹർ മുബാരക്കിനെ പറ്റി പറയുന്നു. ആ ഷഹർ നീളാറുണ്ട്, എല്ലാ ഷഹറും നീളുന്നുണ്ട് എന്നല്ല. മുത്തുനബിയുടെ മൊയ്യത്ത് പറഞ്ഞത് റസൂലുള്ളാഹിന്റെ മുഖം പ്രകാശിക്കും. എപ്പോ നോക്കിയാലും ഇങ്ങനെ പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ അടങ്ങേണ്ട കൂടിയാവില്ലേ? റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടിയിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കാണ്ടിരിക്കുക നല്ല മട്ടുണ്ടാവും. എത്ര അവിടുന്ന് വിശന്നിട്ടുണ്ട് എന്നാ അവിടുത്തെ കൈ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ എപ്പോഴും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കല. അവിടുത്തെ മൊയ്യത്ത് പ്രകടമാകും ചില മുടികളിൽ. എല്ലാ മുടിയും വളർന്നോളന്നൊന്നുമില്ല. കണ്ടോ, എല്ലാ മുടിയും വളർന്നോണമെന്നില്ല, ചില മുടികൾ വളരാണ്ടെന്ന. പക്ഷെ ഇയാളുടെ മുടി എന്ന് പറഞ്ഞ് കാണിച്ചതിൽ വളരാത്ത മുടി കാണുന്നുണ്ടോ? ഇയാളെ എല്ലാ മുടിയും വളർന്നു തന്നെ എന്ന് കാണിച്ചു കൊടുത്താണ്. അടുത്തത് ഇയാളുടെ മുടി, ഈ പറയുന്ന ഹദ്റജിയുടെ മുടി, അതിലെല്ലാ മുടിയും വളരാല്ല. ആരെന്താ? അങ്ങനെ വരുമ്പോൾ ചോദ്യം വരും, ഇവിടെ വെല്ലൂര് മുടിയുണ്ടെന്ന് പറയും, തുർക്കി മുടിയുണ്ടെന്ന് പറയും, കാന്തപുരത്തിന് തന്നെ നേരത്തെ കിട്ടിയ 2 മുടിയുണ്ടെന്ന് പറയും. അതൊന്നും നീളുന്നില്ലല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞൊപ്പിക്കാണെന്ത് എല്ലാ മുടിക്കും നീളുന്നില്ല. പക്ഷേ ഹദ്റജിയുടെ കയ്യിലുള്ള എല്ലാ മുടിക്കും നീളുണ്ട് അല്ലേ? ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. എന്താ ഇയാളുടെ മുടി മാത്രം വളരുന്നത്, വേറെ മുടി എന്താ വളരാത്തത്? ഇയാളുടെ കയ്യിൽ മാത്രമേ മുടിയുള്ളൂ, വേറെ എവിടെ മുടിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു മറുപടി, അതിന് മറുപടിയുണ്ട്. എന്താ മറുപടി? വേറൊരു മുസ്ലിയാർ പറയുന്ന മറുപടി കേട്ടോളൂ. ഒരു സ്ഥലത്തുനിന്ന് ഒരാള് ചോദിച്ചു, അങ്ങനെ മുടി വളരുകയാണെങ്കിൽ ഒരു സ്ഥലത്തുള്ള മുടി വളരുന്നു, മറ്റേ സ്ഥലത്തുള്ള മുടി എന്താ വളരാത്തത്? അതുപോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെയുള്ള ഒരു മുടി വളരുന്നു, മറ്റേ മുടി എന്താ വളരാത്തത്? ഇങ്ങനൊരു സംശയം ചോദിച്ചു. സംശയം എന്ത് ചോദിക്കാലോ, എങ്ങനെ ചോദിക്കാം സംശയം? എങ്ങനെയും സംശയം ചോദിക്കാം. അതിനൊക്കെ മറുപടി ഉണ്ടാവും. അപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടുപോയി. ഞാൻ പെട്ടെന്ന് തന്നെ ചോദിച്ചു. ഒരാള് നന്നായിട്ട് ഷേവ് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞിട്ട് അയാൾ ബാർബർ ഷാപ്പിൽ ചെന്നിട്ട് കണ്ണാടിയിലൊന്ന് നോക്കി, സുബ്ഹാനല്ലാഹ്, ഒരു മുടിക്ക് നീളം കൂടുതൽ, ഒന്നിന് കുറവ്. സ്വന്തം താടിയുമല്ലുള്ളത്, ഒന്നിന് അമോണിയം ചേർത്ത് മറ്റേന് ചാണകട്ടൊന്നല്ല. ഒന്നിന് നീളം കൂടുതൽ, ഒന്നിന് കുറവ്. ആളുകൾ പറയല്ലേ താടി ഒപ്പിക്കാൻ പോവാന്നാ. എന്തിനോടായി ഒപ്പിക്കുന്നത്? എല്ലാം ഒരുപോലെ ആക്കാൻ വേണ്ടി പോവാന്നാ ഒപ്പിക്കാൻ. അത് അങ്ങനെ ഉണ്ടല്ലോ, തസ്വിയത്തുൽ ഖുബൂർ തന്നെ. ഖബർ ഒപ്പിക്കാന്നതിന്റെ അർത്ഥം എല്ലാം ഒരേ ചാണ് ഉയരത്തിന്റെ മേലും ഒപ്പിക്കാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എന്നെ ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞേച്ചുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ താടി ഒപ്പിക്കാനാ, നീളം ഒപ്പിക്കാനാ താടിന്റെ? അങ്ങനെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്തിനാ ഇങ്ങനെ ഒപ്പിക്കുന്നത്? അത് പിന്നെ മുളച്ചു നോക്കുമ്പോ ഒത്തിട്ടല്ല ഉള്ളതെന്നുള്ളതുകൊണ്ടാണ്. ഒന്ന് നീളം കൂടുതൽ, ഒന്ന് കുറവ് ഇങ്ങനെ. അപ്പൊ അതെന്തേ? ഒരേ മുഖത്തുള്ള രോമല്ലേ? ഒരു ഉദാഹരണം വിറ്റായില്ല. മൂപ്പര് മറുപടി കൊണ്ടുവന്നതാണ്. ഒരാൾ ഷേവ് ചെയ്തു, 2 ആഴ്ച കഴിയുമ്പോ ഒരു മുടി നീളം കൂടി, മറ്റേ മുടിയോ നീളം കുറവ് എന്നല്ലേ പറഞ്ഞത്? അല്ല, നീണ്ടില്ല എന്ന് പറഞ്ഞോ? ആ മുടി പതുക്കെ നീണ്ടാ മതി. നീളുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇനി ഒരാൾ ഷേവ് ചെയ്തിട്ട് അവിടെ മുടി നീളുന്നില്ലെങ്കിൽ എന്താ അർത്ഥം? അവിടെ മുടിയില്ല എന്നാ. മുടി ഉണ്ടെങ്കിൽ നീളണം.
അത് ചിലപ്പോ സ്പീഡിൽ പോരും, ചിലതോ പതുക്കെ മെല്ലെ പോരും. പക്ഷെ മെല്ലെങ്കിലും മറ്റത് വളരണ്ടേ അല്ലേ? അപ്പൊ അത് വളരുന്നില്ല. ഒരാൾ ഷേവ് ചെയ്തിട്ട് ഒരു തരി പോലും അവിടെ മുളക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവിടെ താടിയില്ല, രോമം ഇല്ലാന്നാ. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇയാളുടെ മുടി വളരുന്നു, ബാക്കിയുള്ളവരുടെ മുടി വളരുന്നില്ല. അതാ പ്രശ്നം. അല്ല, കുറച്ച് വളരുന്നു, കുറച്ചെങ്കിലും വളർന്നാ മതി. വളരുന്നുണ്ടോ? ഇല്ല. ഇനി ഇതിലും വലിയ രസം എന്താ അറിയാം? സുബ്ഹാനല്ലാഹ്, വളർച്ചയുടെ നീളാണ്. എത്ര വളരും? ഒരു കൊല്ലത്തിൽ എത്ര വളരും ഈ മുടി? ഇയാളുടെ മുടി എത്ര വളരും? വെല്ലുവിളിക്കാം. എന്താ വെല്ലുവിളിക്കുന്നത്? കേട്ടോളൂ. ഹദ്റജി പറയുന്നു, അദ്ദേഹം പറയുന്നു, എന്റെ വ്യക്തിപരമായ പരിശോധനയിൽ അദ്ദേഹം പറയുന്നു, ഷഅർ മുബാറക് ചിലപ്പോൾ 1.7, 2.8 സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും. അത് ഞാൻ അനുഭവിച്ചതാണ്, എന്റെ വീട്ടിലുള്ളത്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. നിങ്ങൾ വെച്ച് നോക്കൂ, ഒരേപോലെ വെച്ച ഷഅർ മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം. അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു. ആ വെല്ലുവിളി മുജാഹിദുകൾ സ്വീകരിച്ചിരിക്കുന്നു. അത് കളവാണ് പറഞ്ഞത്. അത് കളവാണെന്ന് മുജാഹിദ് തെളിയിച്ചു കൊടുക്കും. ആ വെല്ലുവിളി കളവാണ്, ഞങ്ങൾ തെളിയിച്ചു കൊടുത്തു. ഇതിന്റെ 3-ാം ഭാഗത്തിൽ കളവാണത്. വർഷത്തിൽ 1.7 അല്ലെങ്കിൽ 2.8 വളരുന്നുണ്ടെന്ന് പറഞ്ഞു ഇയാടെ മുടി. അങ്ങനെ ആണെങ്കിൽ 1.7 എന്ന അടിസ്ഥാനത്തിൽ കൊല്ലത്തിൽ വളർന്നാൽ 1400 വർഷം കൊണ്ട് 2380 സെന്റിമീറ്റർ നീളം വേണം മുസ്ലിയാരെ. അതായത് 23.8 മീറ്റർ നീളം വേണം. അപ്പൊ നീളം പോരാ. അങ്ങനെയാണെങ്കിൽ ഈ മുടിക്ക് നീളം പോരാ. ഇത് 70 സെന്റിമീറ്റർ ടു 80 സെന്റിമീറ്റർ ടു 90 സെന്റിമീറ്റർ അത്രയൊക്കെ നീളമുള്ളൂ. ഇത് 1.7 എന്ന കണക്കിന് വളർന്നാൽ 1400 കൊല്ലം കൊണ്ട് 2380 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 23.8 മീറ്റർ നീളം വേണം. ഇനി രണ്ടാമത് പറഞ്ഞ കണക്കുണ്ടല്ലോ, 2.8 സെന്റിമീറ്റർ എന്ന അടിസ്ഥാനത്തിൽ ഒരു കൊല്ലം വളർന്നിട്ട് 1400 കൊല്ലം വളർന്നാൽ 3920 സെന്റിമീറ്റർ നീളം വേണം എന്ന് പറഞ്ഞാൽ 39.2 മീറ്റർ. ഞങ്ങൾ കയറ് പിടിച്ചിങ്ങനെ കാണിച്ചു കൊടുത്തു. ഈ 39 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? കയറ് പിടി, ഇവിടുത്തെ കയറ് പിടിച്ചാൽ ചിലപ്പോൾ കെട്ടിടം തികയില്ല. ആ രൂപത്തിൽ നബിയുടെ മുടിക്ക് നീളം വേണം. വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചു പൊളിച്ചിരിക്കുന്നു. എന്ത്? വർഷത്തിൽ 1.7 മീറ്റർ നീണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എന്ന് പറഞ്ഞ മുടിക്ക് നീളം പോരാതെയാകും. ഇനി ഇയാള് ജാഹിലെന്ന് എന്റെ വായിൽ വന്നുപോയതാ, സോറി. ഇയാള് പറയുന്നത് എന്താണെന്നറിയോ? ഇദ്ദേഹം പറയാണ്, എന്ത്? മുടി പ്രസവിക്കും. ഈ മുടി പ്രസവിക്കുന്ന ഒരു ഡപ്പിയിലിട്ടാല് 2 മുടി ഇട്ട് വെക്കുക. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ ഈ 2 മുടിയുടെ കൂട്ടത്തിൽ ഒരു കുട്ടി മുടി ഉണ്ടാവും. ഈ മുടിയിലൊന്ന് പ്രസവിച്ച ആ മുടി. കേട്ടോളൂ. അദ്ദേഹം പറയുന്നു, എന്റെ വീട്ടിലുള്ള ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ഷഅർ മുബാറക് അതാ ചിലപ്പോൾ ഖജാനയിൽ സൂക്ഷിച്ച ഒരു അല്പം 1-2 ഷഅർ മുബാറക് പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് അത് തുറക്കുമ്പോൾ അത് 3-4 ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ വന്നു? മറ്റേ മുടി പ്രസവിച്ച് മുടിയെ ഒരു മുടിയെ പ്രസവിച്ചു, 3 മുടി എടുത്ത് ഡപ്പിയിലിട്ട് അല്ലെങ്കിൽ 2 മുടി ഡപ്പിയിലിട്ട് 2 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ പിന്നെ മറ്റേ മുടി വേറൊരു മുടിയെ പ്രസവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സുബാന എത്ര പ്രസവം നടന്നുണ്ടാവും? എല്ലാവർക്കും മുടി കൊടുത്തൂടെ? ഓരോരുത്തർക്കും മുടി കൊടുത്തൂടെ? ഈ ലോകത്തുള്ള ഓരോ മുസ്ലിമിനും മുടി കൊടുത്തൂടെ? ഒരു പ്രീച്ച മതിയല്ലോ. ഇപ്പോ ഈ രൂപത്തിൽ പ്രസവിപ്പിക്കുകയാണ്. കേടിങ്ങനെ കൂടി വരിക. ഈ ജാതി മുസ്ലിയാക്കന്മാരെ ഇങ്ങനെ ഇറങ്ങി ഈ ജഹാലത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാ പൊളിക്കുകയാണ് നിങ്ങൾ. ഖസ്റജിയുടെ കഥകൾ ഞങ്ങൾ പൊളിച്ചെഴുതുകയാണ്. കേട്ടോളൂ. അതിന്റെ തുടക്കമെന്ന നിലക്ക് അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? പുണ്യനബി ഉപയോഗിച്ചിരുന്ന ടവൽ അനസ് റളിയല്ലാഹുവിന്റെ കൈവശത്തിലുണ്ട്. ആ ടവൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅത്തത് ബിമിന്ദിയിൽ, ആ പെണ്ണ് ഒരു ടവലുമായിട്ട് വന്നു. പക്ഷെ വസിഖൻ വല്ലാതെ ഷേറായി ചോദിക്കണ് ആ യാതി ഒരു ടവല്. ഫഖാല ഇസ്തജിരിയ തന്നൂർ, അടുപ്പൊന്ന് ചോറാക്കി, നല്ല അടുപ്പൊന്ന് കത്തിക്കുക. ഔഖദത്തുഹു, ആ പെണ്ണ് ഭംഗിയായിട്ട് അടുപ്പ് കത്തിച്ചു.
ഫഅമറബിൽ ബിന്ദിയിൽ, അങ്ങനെ ആ ടവ്വല് കൊണ്ട് മഹാനവറുകൾ തങ്ങൾ കൽപ്പിച്ചു, മനസ്സിനുള്ളിയോന്ന് കൽപ്പിച്ചു. ഫതുറിയാഫി, അടുപ്പ് കണ്ടു. ഫഖറജ അബിയവ കാനഹു അല്ലബൻ, വളരെ തുല്യ വെള്ളയായിട്ട് പാല് പോലത്തെ നിറത്തിലാണ് പുറപ്പെടുന്നത്, ഒരു കേടുമില്ല. അപ്പം തങ്ങളെ ടവ്വല് തീയിലിടാൻ പറഞ്ഞു, ഒരടക്കവുമില്ല, തീയിലിട്ടു. എന്തിനു വേണ്ടി? ചേറൊക്കെ ക്ലിയർ ആകാൻ. എന്നതുപോലെ ഇത് നബിന്റെ നാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ളൊരു വഴിയാണ് തീയിലിട്ട കത്തുമില്ല നോക്കല്. അതിനൊരു അടക്കവുമില്ല. ആദരവോടെ പറയട്ടെ സൈനുദ്ദീൻ മുസ്ലിയാരെ, തരക്കേടില്ല എന്നതിന് കിതാബിന്റെ ഇബാറത്ത് വായിക്കണം. നിങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളൊരു കിതാബിന്റെ ഇബാറത്ത് വായിക്കണം, ഫിഖഹിന്റെ കിതാബ്. തരക്കേടില്ല, നിങ്ങൾ പറഞ്ഞാൽ തെളിവല്ല. കിതാബുണ്ടോ കിതാബുണ്ടോ കിതാബുണ്ടോ? അല്ല, ഇത് മാറ്റെന്ന് പറഞ്ഞു. നേരത്തെ എന്ന് പറഞ്ഞത് സ്വപ്നം കേട്ടാൽ തന്നെ മതിയതാ. സ്വപ്നം തെളിവാക്കിയില്ലെങ്കിൽ എന്ത്? മുഹീദ്യന്മാരെ തള്ളേണ്ടി വരും, തനത് ചോദിച്ചാലോ മൗലിദ് തള്ളേണ്ടി വരും, മങ്കൂസ് പോലെ തള്ളേണ്ടി വരും എന്ന് പറഞ്ഞാല് തെളിവുണ്ടോ തെളിവുണ്ടോ തെളിവുണ്ടോ? ഞാൻ പറഞ്ഞു ഇയാള് വഹാബിയാണ്, ഇയാള് വഹാബിയായിട്ട് മാറുകയാണ്. ആയിക്കോട്ടെ. ഇനി അത് മാത്രമല്ല വീണ്ടും കേട്ടോളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണം, മൂപ്പര തെളിവുകൾ കേട്ടില്ലേ? എന്റെ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുള്ള ഒരു ടവല് എന്ത് ചെയ്തു? അത് ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടു. നമ്മൾ പൊന്നൊക്കെ ചിലപ്പോ ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടിട്ട് തങ്കാക്കലില്ലേ, അതുപോലെ തീയിലിട്ടു. അതാ എന്തിന്റെ തെളിവ്? അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാനുള്ളതിന്റെ തെളിവ്. ടവല് ക്ലിയറാക്കാൻ വേണ്ടി തീയിലിട്ടു എന്നുള്ളത് തെളിവ്. വലത്തോട്ട് തുപ്പാത്ത ആളുകളാണോ അതിന്റെ സനദിലുള്ളത്? ചോദ്യം. അബൂ നുഈം അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് ഏതായി എന്നവര്? അബ്ബാദ് ഇബ്നു അബ്ദുസ്സമദ് അബൂ മഅ്മർ അൻ അനസ് ഇബ്നു മാലിക്. അനസ് ഇബ്നു മാലിക്കിൽ നിന്നാണ് റിപ്പോർട്ട്. അബ്ബാദ് ബസരിയുൻ വാഹിൻ, ദുർബലനാണ്. ഖാലൽ ബുഖാരി, ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു, മുങ്കറുൽ ഹദീസ്, ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്ത ആളാണ്. വവഹാഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനും അയാൾ ദുർബലനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വഖാല അബൂ ഹാത്തിം അബ്ബാദുൽ ലഈഫുൻ ജിദ്ദൻ, അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നു അങ്ങേയറ്റം ദുർബലനാണ്. وقال ابن عدي عمت ما يروي في فضائل علي وهو ضعيف. അലി ഇബ്നു അബീ താലിബിന്റെ ബഹുമാനത്തിലൊക്കെ അയാൾ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെയും അതാ വഹുവ ദഈഫുൻ, അയാൾ ദുർബലനാണ്. പോരാ, വാലിം ഫി തസയ്യുഇ, സിയാക്കളെ കൂട്ടത്തിൽ കടുപ്പപ്പെട്ട ആളാണ്. അബ്ദുസ്സമദ് എന്നവരെ തൊട്ട് എന്നവര് വാലിം ഫി തസയ്യുഇ, സിയാവാദത്തിൽ കടുപ്പപ്പെട്ട സിയാവാദക്കാരനാണ്. ഈ സിയാക്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങളെ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി കരിക്കാൻ നിങ്ങൾക്ക് തെളിവ്? നിങ്ങൾ വളവൃന്തലാഖിന് ഫത്വ കൊടുത്ത നാശം ഇവിടെയുണ്ട്, അതുപോലെ ഒരുപാട് നാശം ഇവിടെയുണ്ട്. നിങ്ങൾ ആഖിറത്തിനെ ഭയപ്പെടണേ, അല്ലാഹനെ വിചാരിച്ച് പറയുകയാണ്. ഇതാണ് വഹാബിയായ പേരോട്. കാരണം എന്താ? സനത് വായിച്ചാ പറഞ്ഞത്, സനദിലെ ഇല്ലത്താ പറഞ്ഞത്, അയാള് മോശമാണെന്നാ പറഞ്ഞത്. സനത് നോക്കണമെന്ന് മാത്രമല്ല, അതിൽ ഓരോ വ്യക്തിയെടുത്തുകൊണ്ട് ചർവണം ചെയ്യണമെന്നാ പറഞ്ഞത്. ഇത് വഹാബിയായ പേരോടാണ്. എന്നാ ഖുറാഫിയായ പേരോടിന്റെ അവസ്ഥ എന്താ? ഖുറാഫിയായ പേരോടിന്റെ അവസ്ഥ എന്താ? പേരോട് ഖുറാഫിയായാൽ എങ്ങനെയാ? കേട്ടോളൂ. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ ഇബ്നുൽ ഹാജ് തങ്ങൾ ഒരു ദിവസം കണ്ടു ഒരു ഹദീസ്. എന്താണ് ഹദീസ്? ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല. അല്ലേ? എങ്ങനെയല്ലേ? ബുധനാഴ്ച നഖം മുറിക്കുന്നത് നന്നല്ല. ആ ഹദീസ് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവര് ചിന്തിച്ചു, നഖം മുറിക്കാനായിട്ടില്ലേ? നീണ്ടിട്ടുണ്ടല്ലോ നഖം, സുന്നത്തല്ലേ നഖം മുറിക്കല്? ബഹുമാനപ്പെട്ടവർ നോക്കി ഈ ഹദീസിന്റെ പരമ്പര എങ്ങനെ? ഹദീസ് സഹീഹായാലും എടുത്തുകൂടാന്നല്ലേ നേരത്തെ ഒരു ജാഹില് പറഞ്ഞത്? സുഹൃത്തുക്കളെ, സനദൊന്ന് പരിശോധിച്ചു. സനദ് പരിശോധിക്കാൻ അറിയുന്ന മഹാപണ്ഡിതനാണ് ഇബ്നുൽ ഹാജ് തങ്ങൾ.
അല്ലാതെ സനദും മിന്നിയാനാന്ന് വായിക്കുന്ന ആളല്ല. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജ് തങ്ങള് സനദൊന്ന് പരിശോധിച്ചപ്പോ ആ സനദ് സഹീഹല്ല, ദുർബലമായ സനദാണ്. മഹാനവറുകൾ വിചാരിച്ചു സനദ് സഹീഹല്ലല്ലോ. അങ്ങനെ മഹാനവറുകൾ നഖം മുറിക്കാൻ തയ്യാറായി. ബുധനാഴ്ച നഖം മുറിച്ചു. സുബ്ഹാനല്ലാഹ്. അക്കാരണത്താൽ ശരീരം മുഴുക്കെ വെള്ളപ്പാണ്ട് രോഗം പിടിച്ചുപോയി. പേരോടും സൂക്ഷിച്ചോ, അടുത്ത് തന്നെ വെള്ളപ്പാണ്ട് ഉണ്ടാകുന്നതാണ്. കാരിപ്പോ സനത് നോക്കിയതാരാ, സനത് വായിച്ചതാരാ? പേരോട് തന്നെയാണ്. അതേ പേരോട് തന്നെയാണ് ഖുറാഫിയായി പറയുന്നത്. സനത് നോക്കിയാ വെള്ളപ്പാണ്ട് വരും. അതേ വെള്ളപ്പാണ്ട് വരുമെന്ന് പറയുന്ന ആ ഖുറാഫിയായ പേരോട് വഹാബിയാകുന്ന സമയത്തോ സനത് നോക്കുകയാണ്, വായിക്കുകയാണ്, പറയുകയാണ്, അതിന്റെ ദുർബലതകൾ വെളിപ്പെടുത്തുകയാണ്. ഇതാ വൈരുദ്ധ്യമെന്ന് പറയുന്നത്. ഇതാ വൈരുദ്ധ്യമെന്ന്. ഇത് രണ്ടും കൂടി നടക്കൂല. ഒന്നുകിൽ വഹാബിയാകണം അല്ലെങ്കിൽ ഖുറാഫിയാകണോ, ഒന്നുകിൽ വഹാബിയാകണം അല്ലെങ്കിൽ ഖുറാഫി. ഇത് രണ്ടും കൂടെ ആയാൽ എങ്ങനെയാ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കേന്ദ്രമെടുക്കുന്ന കാര്യങ്ങളെ പരിശോധിക്കണം. വഹാബിയാകാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ട്, കേന്ദ്രമെടുക്കണോ വേണ്ടേ എന്ന് പരിശോധിക്കണം. കാരണം ഇത്തരത്തിലുള്ള ചില ഇല്ലത്തുകൾ അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ വരികയാണ്. അതേ ഇയാൾ തന്നെ പ്രസംഗിക്കട്ടെ. അള്ളാന്റെ റസൂലിന്റെ രോമം കത്തിക്കാമെന്ന് നിങ്ങളെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. തെളിവുണ്ടോ? തെളിവുണ്ടോ? ഏത് കിതാബിലാ ഉള്ളത്? അതാണ് റസൂലുള്ളാഹിന്റെ രോമം കത്തിക്കാമെന്നതിന് തെളിവുണ്ടോ? തെളിവുണ്ടോ? ഏത് കിതാബിലാണുള്ളത്? മറുപടി, ആ മറുപടി വളരെ വ്യക്തമായി തന്നെ കിതാബിൽ നിന്നാണ് പറയുന്നത്. ആരാ പറയുന്നത്? നമ്മുടെ മുസ്ലിയാർ തന്നെ. കേട്ടോളൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോടൊരു ഹദീസില്ലേ, തീങ്ങ് വന്നപ്പോ ഉമറുൽ ഖത്താബ് പറഞ്ഞു ദമീദാരി തങ്ങളോട്, ദരീന്ന് നമ്മൾ തീന്റെ തങ്ങെടുപ്പോ, എന്താ തീ നമ്മളെ കൊല്ല, തീനെ കൊല്ല നമ്മൾ പോവാ. അങ്ങ് ചെന്ന് ദമീദാരി തങ്ങൾ കൈകൊണ്ട് തീ ഇങ്ങനെ തട്ടിങ്ങോട്ട് തീനങ്ങോട്ട് പറഞ്ഞു വെച്ചു. കൈകൊണ്ട് പൊള്ളിയില്ല. ഇങ്ങനുണ്ട്. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊന്ന് അതേ പണിയെടുത്ത് തരുവോ? നിങ്ങളെ അവസ്ഥ ശരിയാന്ന് തിരിയാൻ വേണ്ടി നിങ്ങൾ തീയിലൊന്ന് കൈവച്ച് തരുമോ? സീറത്തുൽ ഹബീയയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഹുസൂസിയാത്തുള്ളിടത്ത് തങ്ങളെ ഒരു മുടി തീയിലിട്ടാൽ അത് കരിയില്ല. അത് തങ്ങൾക്കുള്ള ഹുസൂസിയാത്തിൽപ്പെട്ടതാണ്. അത് ഫിഖഹിൽ തെളിവാണോ മുസ്ലിയാരെ? തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂലെന്നല്ലുള്ളത്, വീണാ കരിയൂല. തീയിലിടാന്നല്ലുള്ളത്, തീയിലിട്ടാ കരിയൂലെന്നല്ലുള്ളത്, വീണാ കരിയൂല. വീഴുന്നതിന്റെ മസാലയല്ല, വീഴ്ത്തുന്നതിന്റെ മസാല. ഈച്ച ചത്തുപോയ ഈച്ച ചായയിൽ വീണാൽ അച്ചായ കുടിക്കാം, വീഴ്ത്തിയാലോ പറ്റൂല. ഇവിടെ ഇതാ വഖഅ ചെയ്യുന്ന ഉള്ളത്, അല്ലാതെ നിങ്ങൾ വീഴ്ത്തിക്കോളൂ എന്നല്ല. സീറത്തുൽ ഹലബി നിങ്ങൾ വായിച്ചത് തെളിവല്ല. കണ്ടോ? ഇതുകൊണ്ടും മറ്റേ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അദ്ദേഹം വിടാനൊരുക്കമല്ല. സുഹൃത്തുക്കളെ, ഇനിയോ മൊയ്ജിറത്ത് കാണിക്കുന്നതിന് വിരോധമല്ല. ആ ക്ലിപ്പ് എന്ന് വെച്ചാട്ടെ, നമ്മൾ നോക്കുക ഇയാളെ ക്ലിപ്പ്. പുണ്യനബിന്റെ മുടിയാണോ അല്ലേ എന്നറിയാൻ കത്തിച്ചു നോക്കണ ഇറക്കണില്ല. ഇനി പുണ്യനബിന്റെ മുടിയാന്ന് ഉറപ്പായി നിൽക്കുക, എന്നാലേ കത്തിച്ചാ കത്തൂല. ആ മൊയ്ജിറത്ത് കാണാൻ കത്തിക്കണേനും വിരോധമില്ല. നല്ല ഫത്വ. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീയിലിട്ടു കത്തിയില്ല. അതുകൊണ്ട് നമ്രൂദ് ചെയ്ത കാര്യം സൽക്കർമ്മമാണെന്ന് നാളെ ഫത്വ കൊടുക്കോ മുസ്ലിയാരെ? കത്തിയിട്ടില്ല. കത്താത്തത് കൊണ്ട് കത്തിച്ചത് ശരിയാന്നുള്ളതിന് തെളിവാണോ മുസ്ലിയാരെ? അത് മനസ്സിലാക്കി വെച്ചോ, മനസ്സിൽ വെച്ചോ. പ്രവാചകനെ കത്തിക്കാനൊരുങ്ങിയത് ആരാണ്? അതേ നമ്രൂദാണ്. ആരെ കത്തിക്കാനൊരുങ്ങി? ഇബ്രാഹിം നബിയെ കത്തിക്കാനൊരുങ്ങി. ആ ഇബ്രാഹിം നബി കത്തിയോ കത്തിയില്ല. അതുകൊണ്ട് നമ്രൂദ് ചെയ്തത് ശരിയാണോ ശരിയല്ല? നമ്രൂദ് തെറ്റാണ്, മനസ്സിലാക്കി വെച്ചോ. ഇനി അടുത്തത് വരട്ടെ. രണ്ടാമത്തെ പറയട്ടെ, അങ്ങനെ കത്തിച്ചാലേ ഞാൻ കത്തിപ്പോന്നാന്ന് ഇവരെ പണി കഴിഞ്ഞല്ലോ. ഇയാൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇനി ഉറപ്പായി വെക്കുക, എന്നാലും തീയിലിട്ടാലേ ആ മൊയ്ജിറത്ത് കണ്ടുകൂടാ. അപ്പൊ തീയിൽ തീയിട്ട്
അല്ലെങ്കിൽ കഴിഞ്ഞാണ് പോകും. എന്നാ ഈ പണി കഴിഞ്ഞല്ലോ. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, ഇത് ശാഫി മദ്ഹബല്ല, ഹംബലി മദ്ഹബല്ല, ഹനഫി മദ്ഹബല്ല, ഇത് മാലിക്കി മദ്ഹബല്ല, 4 മദ്ഹബുമല്ല. സയ്യിദ് മുസ്ലിയാർ പറഞ്ഞത് എന്തുകൊണ്ട്? ബുഖാരി മറിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യഹൂദികൾ വിഷം കൊടുത്തു. വിഷം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹ്ജിദത്ത് കൊണ്ടത് അറിഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് വിചാരണ ചെയ്യുമ്പോൾ യഹൂദികൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ നബിയാണോ എന്ന് പരിശോധിച്ചു നോക്കിയതാണ്, അതിന് കുഴപ്പമില്ല. നബിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വിഷം കൊടുക്കാമെന്ന് പറഞ്ഞത് യഹൂദികളാണ്. അതുപോലെ നബിയുടെ മുടിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി കരിക്കാമെന്ന് പറയുന്ന മദ്ഹബ് 4 മദ്ഹബുമല്ല. നബിയുടെ മുടിയാണെങ്കിൽ കരിക്കാമെന്ന് പറയുന്നത് 4 മദ്ഹബുമല്ല, ജൂതമദ്ഹബാണ്. മനസ്സിലായോ? ഇനി കരിക്കുന്നവനാരാ കേട്ടോളൂ, കരിച്ചാരാ കേട്ടോളൂ. അള്ളാന്റെ റസൂലിന്റെ മുടി ഞങ്ങൾ കരിക്കാൻ തയ്യാറാവും നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളെപ്പോലത്തെ കപട സ്നേഹമല്ല ഞങ്ങളത്. അള്ളാന്റെ റസൂലിന്റെ മുടി ഞങ്ങൾ കരിക്കാൻ തയ്യാറാവും നിങ്ങൾ വിചാരിച്ചോ? നിങ്ങളെപ്പോലത്തെ കപട സ്നേഹമല്ല ഞങ്ങളത്. അപ്പൊ ആരെങ്കിലും മുടി കരിക്കാൻ തീരുമാനിച്ചാലോ അവൻ മുനാഫിഖാണ്, കപട സ്നേഹമുള്ളവനാണ്, ജൂതമതം സ്വീകരിച്ചവനാണ്, നമ്രൂദിന്റെ മാർഗം സ്വീകരിച്ചവനാണ് എന്ന് സമ്മതിച്ചോ മുസ്ലിയാരെ? ആരെങ്കിലും മുടി കരിക്കാൻ നീങ്ങിയാൽ അവൻ ജൂതമതത്തിൽപ്പെട്ടവനാണ്, ജൂതമതം സ്വീകരിച്ചവനാണ്, ജൂതമതം സ്വീകരിച്ചവനാണ്. അതുപോലെ തന്നെ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം കൊടുത്ത് പരീക്ഷിച്ചവനെ പോലെയാണ്, നമ്രൂദിന്റെ മാർഗം സ്വീകരിച്ചവനെ പോലെയാണ്. അവൻ കപട വിശ്വാസിയാണ്, മുനാഫിഖാണെന്ന് സമ്മതിച്ചോ മുസ്ലിയാരെ? എങ്കിൽ നിങ്ങളിപ്പോൾ സമ്മതിച്ചത് എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് മുടി തന്ന അഹ്മദുൽ ഖസ്റജി ജൂതമദ്ഹബുകാരനാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്, മുനാഫിഖാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അതേ നമ്രൂദിന്റെ മാർഗം സ്വീകരിച്ചയാളാണ് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. കാരണം ഈ പറയപ്പെട്ട അഹ്മദുൽ ഖസ്റജിയുടെ പ്രധാന ഹോബി തന്നെ മുടി കത്തിക്കലാണ്. ഇങ്ങനല്ലേ തെളിവരല് കേട്ടോളൂ. അത് 3, 4 ആകും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എന്നിട്ട് പരിശോധിക്കും, തീ കത്തിച്ചിട്ട് എന്റെ ഒരു മുടിയെടുത്തിട്ട് ഞാൻ തീയിലേക്ക് കാണിക്കും, അത് കരിയും. എന്നിട്ട് പിന്നെ ഈ 3 ഒന്ന് വെച്ചിട്ട് കൂടുതൽ കണ്ട ഈ ഷാറ് ഓരോന്നെടുത്ത് തീയിൽ കാണിക്കും, ഒരു കരിയിലും സംഭവിക്കുന്നില്ല. അപ്പോൾ അത് റസൂലുള്ളാഹിന്റെ ഒരു ഷാറിൽ നിന്നുണ്ടായ മറ്റ് ഷാറുകളാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഞാൻ എത്രയോ പരിശോധിച്ച അനുഭവം എനിക്കുണ്ട്. ആരാ ജൂതമദ്ഹബ് സ്വീകരിച്ചത്? ആരാണ് മുനാഫിഖ്? അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, ആരാ നമ്രൂദിന്റെ ആള്? മുടി കൊഴുത്ത അഹ്മദുൽ ഖസ്റജി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറയുന്ന ഈ മുടി തീയിലിട്ട് പരീക്ഷിക്കുമത്രേ. തീയിൽ വീണാലുള്ള ഹുക്കുമാണോ വീഴ്ത്തല് മുയ്യാരെ? നേരത്തെ പറഞ്ഞല്ലോ, തീയിൽ വീണാലുള്ള ഹുക്കുമല്ല വീഴ്ത്തല്, അത് കപട സ്നേഹമാണ്, മുനാഫിക്കിന്റെ പണിയാണ്. ആയിക്കോട്ടെ, ഇനിയിപ്പോ ഇനി ഇവരുടെ കയ്യിലെ മുടി ഇങ്ങനെ തീയിലിട്ടെന്ന് വിചാരിക്കാം, കത്തിയാന്ന് വിചാരിക്കാം. അത് ശരിയാവോ? അത് സ്വീകരിക്കാൻ പറ്റില്ല. അതിത് മുടിയാകണ്ടേ, ഇത് മുടിയല്ലാതാ. ഇതൊക്കെ ആദ്യം പറഞ്ഞ് മറ്റേ മൂല്യാർ ഇത് കത്തിക്കാന്നുള്ളത് എഴുതി പറഞ്ഞ ഇത് കത്തിച്ചു നോക്കൂ. അതൊക്കെ ഇയാള് കത്തിക്കാൻ ഒരുക്കല്ല എന്നുള്ളതിലേക്കാണ് പേരോട് മൂല്യാർ അതിന്റെ ഹാഫ് മഹാബിയായിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ ആ കോലത്തിലുള്ളത്. അപ്പോ ഇത് മുടിയല്ല എന്നാണ് വെളിപ്പെടുത്തൽ, നമ്മൾ പറഞ്ഞതല്ല. وذلك لأن هذا الشعر الموجود عند الأخ أحمد അനുജൻ അഹമ്മദിന്റെ കയ്യിലുള്ള ഈ മുടികൾ شعر مصنوع من ألياف اصطناعية عالية الجودة من ألياف اصطناعية عالية الجودة വളരെ മികച്ച ഔന്നത്യമുള്ള ചില നാരുകൾ, കൃത്രിമ നാരുകൾ ഉപയോഗിച്ച് സാങ്കേതികമായി സമന്വയിപ്പിച്ച് ഉണ്ടാക്കിയതാ. കണ്ടോ, മുടി തന്നെയല്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കരുത്. കൃത്രിമ നാരുകൾ കൊണ്ട് ഇത് കത്തിച്ചാൽ കത്തായിരിക്കുന്നു. ഉയർന്ന ഊഷ്മാവിൽ മാത്രമേ കത്തുള്ളൂ. സാധാരണ മെഴുകുതിരിക്കാൻ ചെയ്ത് കത്തൂല. കത്താതിരിക്കാൻ വേണ്ടി ചില അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ നാരാണിത്. ഈ തൂങ്ങിക്കിട നേരത്തെ കണ്ടില്ലേ? ആ നാരിൽ നിന്നൊരു നാരാ ഇവിടെ കൊണ്ട് 30 കോടിയുടെ വള്ളി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇങ്ങനെ സമുദായത്തെ വഞ്ചിക്കോ? പടച്ച റബ്ബിനെ പേടിയില്ല, പരലോകത്തെ പേടിയില്ല, പൊതുജനത്തെയും പേടിയില്ല, നാടിനെയും പേടിയില്ല, നാട്ടുകാരെയും പേടിയില്ല. ഇതെന്ത് ജാതിയാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കുക, തമാശയാക്കുക, എന്നിട്ട് എല്ലാ കച്ചവട തന്ത്രവും പറ്റുക.
പുതിയ പള്ളിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇവിടം വരെ പോയി, പാണക്കാട് വരെ ചെന്നു എന്നാണ്. അവിടെ ചെന്ന് തങ്ങടൊക്കെ പറഞ്ഞു ഞങ്ങളൊരു പള്ളി വെക്കുന്നുണ്ട്, ഒരു കൂപ്പൺ എടുക്കണം. അപ്പൊ മൂപ്പര് ഉടൻ തന്നെ കൂപ്പൺ 1000 രൂപയുടെ കൂപ്പൺ എടുത്തു. അപ്പം വേറൊരു മൂലര് മാറി ഫോട്ടോ എടുത്തു. കേട്ടോ, തങ്ങള് ഈ പറയുന്ന കൂപ്പൺ എടുത്തപ്പോ മൂലര് ഫോട്ടോ എടുത്തു. എന്നിട്ട് എന്റെ അടുത്ത് ഫ്ലെക്സ് ആക്കി നാട് നീളം വെച്ച്. എന്നിട്ട് പറയാ തങ്ങളും എടുത്തിട്ടുണ്ട് 1000 രൂപയുടെ കൂപ്പൺ, നിങ്ങളും എടുക്കണം. തങ്ങളും കൂപ്പൺ എടുത്തിട്ടുണ്ട്, നിങ്ങളും കൂപ്പൺ എടുക്കണം. അവസാനം എന്തായി? അവസാനം തങ്ങൾക്ക് തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു, തങ്ങൾ തന്നെ ശബ്ദിക്കേണ്ടി വന്നു. എന്നിട്ടും പേരോട് മുസ്ലിയാർ അവിടുന്ന് പറഞ്ഞത് സൽക്കാരം കിട്ടിയെന്നാണ്. കാന്തപുരം ഉസ്താദിന് സൽക്കാരം കിട്ടുന്ന പാണക്കാട് നിങ്ങൾ കിടക്കുന്ന സൽക്കാരം കിട്ടല് അല്ലാതെ വേറൊന്നും കിട്ടാറില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അത് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരെന്ന് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത് നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുരം ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരറിയോ? കാന്തപുരത്ത് നല്ല സൽക്കാരമായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും, എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും, എല്ലാ മുജാഹിദിന്റെ ജമാഅത്തിന്റെ നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പരുടെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതൽ ഇതാപ്പ സൽക്കാരം. പക്ഷേ BJP ഉൾപ്പെടെ RS എല്ലാ പാർട്ടി, എല്ലാ സാംസ്കാരിക നായകന്മാരൊക്കെ ക്ഷണിച്ച കൂടുതൽ മൂപ്പനെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതാണിപ്പോ സൽക്കാരം എന്ന് കല്യാണത്തിന് വിളിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ പറയട്ടെ, ആ തങ്ങളെ പറ്റി നിങ്ങൾ കുപ്രചരണങ്ങൾ നടത്തുകയും നിങ്ങളുടെ ചെയ്തികൾ തങ്ങൾക്ക് ശരിക്കറിയാ, തങ്ങളടുത്ത് ചെന്നിട്ട് വീടിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ ചെന്നിട്ട് ഇപ്പുറത്ത് പള്ളിന്റെ കൂപ്പൺ സംഭാവന എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് കൊടുത്തിട്ട് അപ്പുറത്ത് മൊബൈൽ മാറി നിന്ന് ഫോട്ടോ പിടിച്ചിട്ട് പത്രത്തിൽ കൊടുത്ത് തങ്ങളെ വഞ്ചിച്ച നിങ്ങൾക്ക് നല്ല സൽക്കാരല്ല, തങ്ങൾ പരമാവധി ചീത്തയും കിട്ടിയിട്ടുള്ളത്. ഈ വരെ ഫ്ലക്സും ഈ ബോർഡും ഒക്കെ ഉണ്ടല്ലോ, എന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കണേ, അങ്ങനെ ചവറ്റുകൊട്ടിക്ക് മത്സരം കാന്തപുരത്തിന്റെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായിക്കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും മറ്റ് പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുമെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതുണ്ട് എന്ന്. നിങ്ങൾ ആ ഫ്ലക്സും ബോർഡൊക്കെ ചവറ്റുകൊട്ടിക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് നല്ല സൽക്കാരം. കല്യാണത്തിന് വന്നിട്ട് പിറ്റേന്ന് മലപ്പുറത്ത് പ്രസംഗിച്ചത് സൽക്കാരം കഴിഞ്ഞിട്ടേ കണ്ടോ, അവൻ ഫുൾ ടോട്ടലി തട്ടിപ്പാണ്, മുഴുവൻ തട്ടിപ്പാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിർത്തുകയാണ്, വിഷയം തീർന്നതുകൊണ്ടല്ല, സമയം തീർന്നതുകൊണ്ട്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, പൗരോഹിത്യത്തിന്റെ കാപട്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയണം, ജനങ്ങളെ ബോധവൽക്കരിക്കണം, ഈ സമുദായത്തെ ഈ ശറിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള പ്രാപ്തിയും കഴിവും അറിവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വ ലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.